Hello all, welcome back to YouTube channel of University Institute Kottakkal. I'm SKP, Physics Faculty, University Institute. നീറ്റ് ഫൈനൽ ലാപ്പ് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററായ വർക്ക് എനർജി ആൻഡ് പവർ ആണ്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ടൈപ്സ് ഓഫ് വർക്ക് എനർജി തിയറം, മെക്കാനിക് എനർജി, കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, law of conservation of mechanic energy, power and collisions. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. വർക്ക് എന്താണ് വർക്ക്? വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ വെൻ എ ഫോഴ്സ് ആക്ട്സ് ഓൺ എ ബോഡി ആൻഡ് എ ബോഡി അണ്ടർഗോസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ബോഡിയുടെ മേൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്താൽ ഒരു വർക്ക് ചെയ്തതായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻസ് ഓഫ് വർക്കിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ കേസിലും അതേപോലെ വേരിയബിൾ ഫോഴ്സിന്റെ കേസിലും രണ്ട് തരത്തിലുള്ള ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ കേസിലാണെങ്കിൽ ഡബ്ല്യുവിന്റെ ഇക്വേഷൻ ആയിരിക്കും എഫ് എസ് കോസ് തീറ്റ അല്ലെങ്കിൽ എഫ് ഡോട്ട് എസ്, വേർ എഫ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, എസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, കോൺസ്റ്റന്റ് ഫോഴ്സ് ആകുമ്പോഴാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് കേട്ടോ. വർക്ക് എഫിന്റെ എസിന്റെയും ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കാലർ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. വേരിയബിൾ ഫോഴ്സിന്റെ ഇക്വേഷൻ ആകുമ്പോൾ ഡബ്ല്യു ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓഫ് എന്തായിരിക്കും? എഫ് ഡോട്ട് ഡി എക്സ്. ഓക്കെ, എഫ് ഡോട്ട് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ വെക്ടർ ആണ് കേട്ടോ. ഓക്കെ, എഫ് ഡോട്ട് ഡി എക്സ് ഇൻ്റഗ്രേഷൻ ഓഫ് x1 ടു x2 എഫ് ഡോട്ട് ഡി എക്സ് ആണ് വേരിയബിൾ ഫോഴ്സിന്റെ വർക്കിന്റെ ഇക്വേഷൻ. നേച്ചർ ഓഫ് വർക്ക്, ഈ ഫോഴ്സും ഡിസ്പ്ലേസും നമ്മളെ ആംഗിളിന്റെ പുറത്ത് നമുക്ക് വർക്കിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ ഒരു അക്യൂട്ട് ആംഗിൾ ആണ്, അഥവാ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഒരു 0ക്കും 90ക്കും ഇടയ്ക്കാണെങ്കിൽ എന്തായിരിക്കും? അതിന് നമുക്ക് ഒരു പോസിറ്റീവ് വർക്ക് എന്ന് വിളിക്കുക, 90 ആവാൻ പാടില്ല. ഓക്കെ, അതേപോലെ ഈ എഫ് എം എസ് നമ്മളെ ആംഗിൾ എന്ന് പറയുന്നത് 90 ആണെങ്കിൽ നമുക്ക് 0 വർക്ക് എന്ന് വിളിക്കാം. അല്ല, അങ്ങനെയല്ല, ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, അതായത് ഇത് 90ക്ക് മുകളിൽ പോയി പക്ഷേ 180 180 കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നെഗറ്റീവ് വർക്ക് എന്ന് വിളിക്കാം. അപ്പോൾ ദ വർക്ക് ഡൺ മേ ബി പോസിറ്റീവ്, 0 ഓർ നെഗറ്റീവ് ഡിപ്പെൻഡിങ് ഓൺ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഈ കേസ് മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് കേസ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് പഠിച്ചാൽ മതി. ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. ഇപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് 0യേക്കാളും കൂടുതലോ അല്ലെങ്കിൽ 90നേക്കാളും കുറവാണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 90നേക്കാളും കൂടുതലും 180 180നേക്കാളും കുറവാണെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. തീറ്റ ഈക്വൽ ടു 90 ആണെങ്കിൽ എന്തായിരിക്കും? 0 വർക്കും ആയിരിക്കും. ഓക്കെ, ഫോഴ്സ് ഡിസ്റ്റൻസ് ഗ്രാഫ് നോക്കട്ടോ. ഒരു ഏരിയ അണ്ടർ എഫ് എസ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? വർക്കായിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഏതൊരു എഫ് എസ് ഗ്രാഫിൻ്റെ താഴത്തെ ഏരിയ എന്തായിരിക്കും? വർക്കായിരിക്കും. അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ആ വർക്ക് പോസിറ്റീവ് ആയിരിക്കും. അത് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ആ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പലപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വർക്ക് വരും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് mg/hcm എന്നാണ്. ഈ HCM എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്നാണ്. എന്താ ഉദ്ദേശിച്ച് വെച്ചാൽ, ഇപ്പോൾ ഒരു കല്ല് നമ്മൾ നോക്കട്ടോ, ഒരു കല്ല് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു, ഇവിടെ എത്തി കരുതുക. ഇതാണ് ഹൈറ്റ് h എങ്കിൽ ഈ സമയത്ത് ഗ്രാവിറ്റീൻ്റെ വർക്ക് പ്ലസ് mgh എന്നാണ് വരിക. ഓക്കെ, നിങ്ങൾ കൊണ്ടുപോയ വഴിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പോൾ കല്ല് നമ്മൾ എങ്ങനെ വീണത്? ഇങ്ങനെ ഒരു പാത്താണ് വന്നത് കേട്ടോ. ആ കൊണ്ടുപോയ വഴിയും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് എന്താണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നോക്കേണ്ടത്. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒരു കല്ല് വലിച്ചെറിഞ്ഞു, ഇതിവിടെ എത്തിയിട്ടോ, ഇങ്ങനെയാണ് പോയേക്കണത്. ഈ സമയത്ത് ഈ ഹൈറ്റ് ഒരു h ആണെങ്കിൽ ഈ സമയത്ത് ഗ്രാവിറ്റീൻ്റെ വർക്ക് എന്തായിരിക്കും? -mgh എന്ന് വരും. അതായത് ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് വർക്കും, താഴേക്കാണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് വർക്കും ആയിരിക്കും കേട്ടോ. ഓക്കെ, അത് തന്നെ നമുക്കൊരു കാര്യം കൂടെ പറയട്ടെ. അപ്പോൾ നമ്മളൊരു ഈ ഷേപ്പിലുള്ള സാധനമാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെക്കണമെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പഴയ പൊസിഷൻ ഇത്, പുതിയ പൊസിഷൻ ഇതാകുമ്പോൾ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇതാണെങ്കിലും നമ്മൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഏതാ? ഇതാണ് ആക്ച്വലി വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അത് എടുക്കാനേ പാടുള്ളൂ. സോ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ മോളിക്കായതുകൊണ്ട് -mgSy. ഓക്കെ, അതായത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്രാവിറ്റിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ ആണെന്ത്? mgh പ്ലസ് ഓർ മൈനസ് mgh. വെൻ എ ബോഡി ഫോൾസ് പ്ലസ് mgh, വെൻ എ ബോഡി ഈസ് ലിഫ്റ്റഡ് അപ്വേർഡ്സ് മൈനസ് mgh. h എന്ന് പറഞ്ഞാൽ എന്താ?
വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ പഴയതും പുതിയതുമായ പൊസിഷനും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല വേണ്ടത്. ഏതാണ് വേണ്ടത്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, വർക്ക് എനർജി തിയറം ഈ ചാപ്റ്ററിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ തിയറമാണ്. ഏത് തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ഫോഴ്സുകൾ വരുന്ന ഏത് തരത്തിലുള്ള പ്രോബ്ലങ്ങളും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് വർക്ക് എനർജി തിയറാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്താണ് വർക്ക് എനർജി തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടോ, ടോട്ടൽ വർക്ക് ഡൺ ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി. ഒരു ബോഡിയുടെ മേലുള്ള മൊത്തം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. ഈ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ബോഡിയുടെ മേലെ ആക്ട് ചെയ്ത എല്ലാ തരത്തിലുള്ള ഫോഴ്സുകളുടെയും കൂടെ ക്യുമുലേറ്റീവ് ആയ വർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ആരുണ്ടാവും? ഡബ്ല്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് ഫോഴ്സുകളാണ്. ഓക്കെ, അതാരൊക്കെയാണ്? ഗ്രാവിറ്റി, സ്പ്രിംഗ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പോലുള്ള കൺസർവേറ്റീവ് ഫോഴ്സുകൾ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സുകൾ അതാരാണത്? ഫ്രിക്ഷൻ, എയർ റെസിസ്റ്റൻസ്, വിസ്കസ് ഫോഴ്സ് പോലെയുള്ള നോൺ കൺസർവേറ്റീവ് ഫോഴ്സുകൾ, അതർ ഫോഴ്സ്, എക്സ്റ്റേണൽ ഏജന്റിന്റെ ഒക്കെ ഫോഴ്സുകൾ എല്ലാവരുടെയും കൂടെ മൊത്തം വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന തിയറമാണെന്ത്? വർക്ക് എനർജി തിയറം. ഒരു ബോഡിയുടെ മേൽ ഒന്നിലധികം ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഫോഴ്സിന്റെ വർക്ക് കാണാനുള്ള തിയറമല്ല വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. അത് മൊത്തത്തിലുള്ള എല്ലാ ഫോഴ്സിൻ്റെയും കൂടെ ടോട്ടൽ വർക്ക് ഡൺ കാണാനുള്ള ഒരു തിയറമാണെന്ത്? വർക്ക് എനർജി തിയറം. പക്ഷെ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം? ഇപ്പോൾ രണ്ട് ഫോഴ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ തന്നെ വർക്ക് നമുക്ക് ഈ തിയറം ഉപയോഗിച്ച് കാണാൻ പറ്റും. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അതാണ് വർക്ക് എനർജി തിയറത്തിന്റെ പ്രോബ്ലങ്ങളുടെ ഒരു സ്റ്റൈൽ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഫോഴ്സ് എഫ് ഈക്വൽ ടു 20 + 10y ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ ഇൻ y ഡയറക്ഷൻ where f is in Newton and y is in meter. Work done by this force to move the particle from 0 to 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 20 + 10y. ഇത് എന്ത് ഫോഴ്സാണ്? ഒരു വേരിയബിൾ ഫോഴ്സാണ്. ഓക്കെ, ഈ വേരിയബിൾ ഫോഴ്സ് ആകുമ്പോൾ വർക്ക് ഇൻഡിക്കേഷൻ ആയിരിക്കും ഇൻ്റഗ്രേഷൻ ഓഫ് ആരായിരിക്കും? ഒരു y1 to y2 എഫ് ഡി വൈ എന്ന് പറഞ്ഞാൽ പോരെ. ഇത് y ഡയറക്ഷനിൽ മൂവിനോണ്ട് അങ്ങനെ എഴുതി കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് ഇവിടെ y1ൻ്റെ വാല്യൂ 0, y2ൻ്റെ വാല്യൂ 1, എഫിൻ്റെ വാല്യൂ 20 + 10y ഇൻറ്റു ഡി വൈ എന്ന് വരും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20y + 10y²/2 എന്ന് വരും. ഇതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 to 1, 0 to 1. ഓക്കെ, 20 × 1 - 0 പ്ലസ് ഈ 2 പുറത്തേക്ക് എടുത്താൽ 5 × y². അത്രയായിരിക്കും 0 to 1. അപ്പോൾ 20 × 1 + y × ആരായിരിക്കും? 1² - 0². അത്ര കിട്ടും 25 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, 25 ജൂൾ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider a drop of rain of water having mass 1 gram falling from a height of 1 kilometer. It hits the ground with a speed 50 m/s. Take g equal to constant with a value 10 m/s². The work done by gravitational force and resistive force of air are. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഡ്രോപ്പ് അല്ലേ, ഒരു ഡ്രോപ്പ് എന്ത് ചെയ്യാണ്? മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ഈ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഡ്രോപ്പിൻ്റെ മാസ് 1 gram ആണ്. നിലത്ത് വീഴുമ്പോഴുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 m/s ആണ്. ആക്സലറേഷൻ്റെ വാല്യൂ എത്രയാണ്? ആക്സലറേഷൻ ഈക്വൽ ടു ജി ഈക്വൽ ടു 10 m/s² എന്നും പറയുന്നുണ്ട്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണണം. താഴേക്ക് വീഴുന്നതുകൊണ്ട് ഗ്രാവിറ്റീൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് mg/hcm എന്നാണ് പറയേണ്ടത്. ഇവിടെ പ്ലസ് എത്രയാണ് മാസ്? 1 gram എന്ന് പറഞ്ഞാൽ 10⁻³ കിലോഗ്രാം. ജീൻ്റെ വാല്യൂ 10. എച്ച് എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. 10⁻³ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടലി ഗ്രാവിറ്റീൻ്റെ വർക്ക് 10 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, ഗ്രാവിറ്റീൻ്റെ വർക്ക് നമുക്ക് നേരെ കാണാൻ പറ്റും, കാരണം അതിൻ്റെ മാസും ജിയും എച്ചും ഒക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട്. പക്ഷേ എയർ റെസിസ്റ്റൻസിൻ്റെ വർക്ക് കാണണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം? വർക്ക് എനർജി തിയറം ഉപയോഗിക്കണം. അതെന്താണ് ഈ വർക്ക് എനർജി തിയറം? ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ടോട്ടൽ വർക്കിൽ ആരൊക്കെ പെടുന്നുണ്ട്? ഗ്രാവിറ്റീൻ്റെ വർക്ക് പ്ലസ് എയർ റെസിസ്റ്റൻസിൻ്റെ വർക്ക് ഈക്വൽ ടു ½ mv² - 0. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണല്ലോ, അപ്പം അങ്ങനെ കൊടുക്കുക. ഈ ഗ്രാവിറ്റീൻ്റെ വർക്ക് എത്രയാണ്? 10 നമ്മൾ കണ്ടുപിടിച്ചു. WA + ½ ഇൻറ്റു എത്രയാണ് മാസ്? 10⁻³ 1 gram അല്ലേ, ഇൻറ്റു v², 50യുടെ സ്ക്വയർ. അപ്പോൾ 10 + WA ഈക്വൽ ടു 50യുടെ സ്ക്വയർ എത്രയാണ്? 50യുടെ സ്ക്വയർ 2500
2.5 എത്ര കിട്ടും? 1.25 എന്നാണ് കിട്ടുക. അപ്പോൾ ലാസ്റ്റ് WA വാല്യൂ എത്രയായിരിക്കും? WA വാല്യൂ എന്ന് പറയുമ്പോൾ 1.25 മൈനസ് 10 ഈക്വൽ ടു -8.75 ജൂൾ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റിൻ്റെ വർക്ക് പ്ലസും അതേപോലെ റെസ്റ്റി ഫോഴ്സിൻ്റെ വർക്ക് മൈനസും ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? നമ്മുടെ സി. ഓക്കെ, അത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. A body of mass 3 kg is under a constant force which causes a displacement S in meter by the relation S equal to 1/3 t square, where t is in second, work done by the force in 2 seconds. നോക്കട്ടോ, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് 1/3 t square എന്ന് കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരാ? ds/dt ആണല്ലോ. അപ്പോൾ 1/3 × 2t ഈക്വൽ ടു 2/3 t എന്ന് കിട്ടിയ വെലോസിറ്റി. അങ്ങനെയാണ് നമുക്ക് കാണേണ്ടത്. t ഈക്വൽ ടു 0 കൊടുത്താൽ വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി ഈക്വൽ ടു 2/3 × 0 ഈക്വൽ ടു 0. t ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ വെലോസിറ്റി ഈക്വൽ ടു 2/3 × 2 ഈക്വൽ ടു 4/3 എന്ന് വരും. ഇനി വർക്ക് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടാൽ മതി. 1/2 × m × v² - u². 1/2 ഇൻറ്റു എത്രയാണ് മാസ്? 3 ഇൻറ്റു v² അത്രയായിരിക്കും 4/3 സ്ക്വയർ മൈനസ് u². ഓക്കെ, 0². എത്ര കിട്ടും? 1/2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 3. ഇവിടെ ഒരു 3 കട്ടായി പോയി, ഒരു 2 കട്ടായി പോയി, ബാക്കി എത്ര കിട്ടി? 8/3 ജൂൾ എന്ന ആൻസറാണ് നമുക്ക് കിട്ടുക കേട്ടോ. സോ ദ ആൻസർ ഈസ് B, 8/3 joule. Okay. Next question. 300 joule of work is done in sliding a 2 kg block up to an inclined plane of height 10 meter. Taking G equal to 10 meter per second square, work done against the friction. ഉണ്ടോ? ഒരു 2 kg ബ്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഹൈറ്റ് എത്രയാണ്? 10 മീറ്റർ മോളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ആണ് കാണേണ്ടത് അല്ലേ? ഈ ബോഡിനെ മോളിക്ക് കൊണ്ടുപോകുമ്പോൾ ആരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഒരാൾ ഗ്രാവിറ്റി, ഒരാളാരാണ്? ഫ്രിക്ഷൻ. ഈ 2 ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഗ്രാവിറ്റിൻ്റെ വർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ആണ് നമ്മൾ കാണേണ്ടത് അല്ലേ? അപ്പോൾ ഗ്രാവിറ്റിൻ്റെ വർക്ക് എങ്ങനെ കാണാൻ പറ്റുക? മോളിക്ക് കൊണ്ടുപോകുമ്പോൾ -mg/hcm. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എത്രയാണ് മാസ്? 2 ഇൻറ്റു ജി എത്രയാണ്? 10 എടുക്കാം അല്ലേ? 10 ഇൻറ്റു 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 ഇൻറ്റു HCM. എത്ര ഹൈറ്റ് കൊണ്ടുവയ്ക്കേണ്ടത്? 10. അപ്പോൾ എത്ര കിട്ടി? ഗ്രാവിറ്റിൻ്റെ വർക്ക് മോളിക്ക് ആയതുകൊണ്ട് -200 ജൂൾ എന്ന് വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റിൻ്റെ വർക്ക് എത്രയാണ്? -200 ജൂള്. ഇനി അടുത്തെന്ത് കാണണം? വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ കാണണം. ഓക്കെ, നമുക്കിവിടെ മൊത്തം വർക്ക് കൊടുത്തിട്ട് ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു ആരാണ്? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി പ്ലസ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്ന് പറയാലോ. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ വർക്ക് നിന്ന് ഗ്രാവിറ്റീൻ്റെ വർക്ക് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റീൻ്റെ വർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്? 200 ജൂളാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മൊത്തം 300 ജൂളിൽ നിന്ന് എത്രയായിരിക്കും? ഈ 200 ജൂള് സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടും? 100 ജൂൾ എന്നല്ലേ കിട്ടുക. സോ ദ ആൻസർ ഈസ് 100 ജൂൾ. ഓക്കെ, അതായത് മൊത്തം ഗ്രാവിറ്റി ഒരു 200 ജൂൾ വർക്ക് ചെയ്യുന്നുണ്ട്, മോളിക്കൂൾ നെഗറ്റീവ് വർക്കാണ്. അപ്പോൾ ഈ ഫ്രിക്ഷൻ ഒരു -100 ജൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അത്രയും വർക്കായിരിക്കും ടോട്ടൽ വർക്ക് ചെയ്താലേ ഇത് മോളിക്ക് പോവുള്ളൂ. അപ്പോൾ ടോട്ടൽ വർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റീൻ്റെ വർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെയും അപ്പോൾ ഫ്രിക്ഷൻ്റെ വർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെയും ഈക്വൽ ആവണം. അപ്പോൾ നമ്മുടെ ഫ്രിക്ഷൻ്റെ വർക്ക് എത്ര ആയിരിക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ജൂൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പൊസിഷൻ dependent force F equal to 7 - 2x plus 3x² Newton acts on a small body of mass 2 kg and displaces it from x equal to 0 to x equal to 5 meter. Work done in joule. ഫോഴ്സിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 7 - 2x plus 3x² അല്ലേ? അപ്പോൾ നമുക്ക് വർക്കാണ് കാണേണ്ടത്. വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ഇൻ്റഗ്രേഷൻ ഓഫ് x1 to x2 f dx.
ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to 5 7 minus 2x plus 3x square into എന്ത് വരും dx എന്ന് വരും. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 7x minus 2x square by 2 plus 3x cube by 3 എന്ന് വരും. ഓക്കെ, ലിമിറ്റ് എത്രയാണ് 0 to 5 0 to 5 0 to 5. ഈ 2 ക്യാൻസൽ ആവും, ഈ 3 ക്യാൻസൽ ആവും, ബാക്കി എത്ര കിട്ടും 7 into 5 minus 0 minus x കൊടുക്കുമ്പോൾ 5 square minus 0 square plus ആരായിരിക്കും 5 cube minus 0 cube. ഓക്കെ, എത്ര കിട്ടും 35 minus 25 plus 5 square 25 into 5 എത്ര കിട്ടും 125. ദ ആൻസർ ഈസ് 135 ജൂൾ എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരെ നമ്മുടെ വേരിയബിൾ ഫോഴ്സിന്റെ വർക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഫോഴ്സ് ഓൺ എ പാർട്ടിക്കിൾ moving in a straight line varies with the distance d as shown in the figure. Burden on the particle during its displacement of 12 meter is. ഓക്കെ, ഈ കേസിൽ നമുക്ക് എന്ത് കാണണം, ഈ ഗ്രാഫിൻ്റെ താഴത്തെ ഏരിയ കാണണം. കാരണം എഫ് എസ് ഗ്രാഫിൻ്റെ താഴത്തെ ഏരിയ വർക്കാണ്. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു ആദ്യം പറയുമ്പോൾ ഈ ഒരു സ്ക്വയർ, പിന്നെ എന്താ പറയേണ്ടത് ഈ ഒരു ട്രയാങ്കിൾ വേറെ വേറെ കാണാം. അപ്പോൾ ആ സ്ക്വയറിൻ്റെയും ആ പറഞ്ഞേക്കുന്ന ട്രയാങ്കിളിൻ്റെയും കൂടെ ഏരിയ കണ്ടാൽ മതി അല്ലേ. സ്ക്വയറിൻ്റെ ഏരിയ പറയുമ്പോൾ എത്രയായിരിക്കും 7 minus 3 എന്ന് പറയുമ്പോൾ 4 into 2 പ്ലസ് ട്രയാങ്കിൾ പറയുമ്പോൾ 1/2 into 12 minus 7 എത്രയാണ് 5 into 2 എത്ര കിട്ടും 8 plus 5 equal to 13 ജൂൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറക്റ്റ് അല്ലേ ഇത്? 4 into എത്ര കിട്ടും 7 minus 3 എത്ര കിട്ടി, ഇത് 4 12 minus 7 is 5 ഹാഫ് ബി എച്ച് കൊടുക്കുമ്പോൾ 1/2 into 5 into 2 4 into 2 കൊടുക്കുമ്പോൾ എത്ര കിട്ടും 13 ജൂൾ. പോസിറ്റീവ് വർക്കാണ് കേട്ടോ. യൂണിവേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കോഴ്സുകളെ കുറിച്ച് സംസാരിക്കാം. നീറ്റ് ക്രാഷ് ബാച്ചുകൾ ആരംഭിക്കുന്നത് March 20 ഓൺവേർഡ്സ് ആണ്. കീം ക്രാഷ് ബാച്ചുകൾ ആരംഭിക്കുന്നത് March 27 ഓൺവേർഡ്സ് ആണ്. നീറ്റ് JEE റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ ആരംഭിക്കുന്നത് June 1 ഓൺവേർഡ്സ് ആണ്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ജൂനിയേഴ്സോ ഓക്കെ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടെങ്കിൽ അവർക്ക് UPS ബാച്ചുകൾ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അത് 2 ഏപ്രിലാണ് അത് നടക്കുന്നത്. അവരെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, നമ്മുടെ ഭാഗത്തേക്ക് വീണ്ടും കിടക്കാം. മെക്കാനിക്കൽ എനർജി. എന്താണ് മെക്കാനിക്കൽ എനർജി? എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ മെക്കാനിക്കൽ മീൻസ് ഈസ് കോൾഡ് മെക്കാനിക്കൽ എനർജി. ഓക്കെ, അത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിൻ്റെയും സമ്മാണെന്ത് മെക്കാനിക്കൽ എനർജി. E = U + K. ഓക്കെ, U എന്ന് പറഞ്ഞാൽ ആരാ പൊട്ടൻഷ്യൽ എനർജി, K എന്ന് പറഞ്ഞാൽ ആരാ കൈനറ്റിക് എനർജി കേട്ടോ. ഒരു വസ്തുവിന് അതിൻ്റെ മോഷൻ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ടോ കിട്ടുന്ന മൊത്തത്തിലുള്ള എനർജീൻ്റെ പേരാണെന്ത് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ഈസ് നോൺ ആസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണെന്ത് 1/2 mv². ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് 1/2 mv². സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ നമ്മൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പഠിക്കും 1/2 I ω² എന്ന് വരും. വാട്ട് എവർ, ഒരു മൂവ് ചെയ്യുന്ന ബോഡിക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ കൈനറ്റിക് എനർജി ഉണ്ടാവുള്ളൂ. കൈനറ്റിക് എനർജിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ മൂവ് ചെയ്തില്ലെങ്കിൽ അത് 0 ആയിരിക്കും, മൂവ് ചെയ്താൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഒരിക്കലും കൈനറ്റിക് എനർജി എന്താവില്ല നെഗറ്റീവ് ആവില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ലീനിയർ മൊമെന്റം. ഏതൊരു വസ്തുവിൻ്റെയും കൈനറ്റിക് എനർജി മൊമെന്റം തമ്മിൽ വളരെ ക്യൂട്ടായ റിലേഷൻ ഉണ്ട്. അതാണ് K = P²/2m അല്ലെങ്കിൽ P = √2mk. അപ്പോൾ P അറിയാമെങ്കിൽ നമുക്ക് K കാണാൻ വേണ്ടി K = P²/2m ഉപയോഗിക്കാം. അതുപോലെ K അറിയാമെങ്കിൽ P കാണാൻ വേണ്ടിയിട്ട് P = √2mk എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞ സമയത്ത് നമുക്ക് പല ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഒന്നാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതായിരിക്കും MGH +or- കേട്ടോ, +or- MGH. ഇതിന് +or- കൊടുക്കുക. ഒരു റെഫറൻസ് ലൈനിൻ്റെ മോളിക്കാണ് കൊണ്ടുപോകണമെങ്കിൽ ഈ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും
പ്ലസ് എം ജി എച്ച് എന്നും താഴേക്കാണ് ഇത് റെഫറൻസ് ലൈൻ ആട്ടോ, താഴേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ ഈ ബോഡിനെ കൊണ്ടുവരണമെങ്കിൽ ഈ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എത്രയായിരിക്കും? മൈനസ് എം ജി എച്ച് വരും. അപ്പോൾ റെഫറൻസ് ലൈനിൻ്റെ മുകളിലേക്കാണെങ്കിൽ പ്ലസ് എം ജി എച്ച്, റെഫറൻസ് ലൈനിൻ്റെ താഴേക്കാണെങ്കിൽ മൈനസ് എം ജി എച്ച്, റെഫറൻസ് ലൈനിലാണെങ്കിലോ 0. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് വരാം? 0യും വരാം, പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പോസിറ്റീവ് തന്നെ മോളിക്ക് കൊണ്ടുവന്ന കേസേ പഠിക്കാറുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് എം ജി എച്ച് എന്നാണ് പറയുക. പക്ഷേ റെഫറൻസ് ലൈനിൻ്റെ മോളിക്ക് മാത്രമല്ല താഴേക്കും കൊണ്ടുപോകുക. അപ്പോൾ പ്ലസ് ഓർ മൈനസ് എം ജി എച്ച് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ ഹാഫ് കെ സ്ക്വയർ ആണ്. ഇത് നമ്മുടെ കൈനറ്റിക് എനർജിൻ്റെ പോലെയാണ്, ഹാഫ് എം വി സ്ക്വയറിൻ്റെ പോലെയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല. കാരണം എക്സ് പ്ലസ് ആയാലും മൈനസ് ആയാലും സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് പോസിറ്റീവ് ആയി പോകും. അപ്പോൾ ഗ്രാവിറ്റേഷനെ പൊട്ട എനർജിക്ക് പോസിറ്റീവ് ആകാനും 0 ആകാനും നെഗറ്റീവ് ആകാനും പറ്റുമെങ്കിൽ ഇലാസ്റ്റിക് പൊട്ട എനർജിക്ക് അത് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. അതൊരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല. ഒരു സ്പ്രിംഗ് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ പൊട്ട എനർജി എത്രയായിരിക്കും? ഹാഫ് കെ സ്ക്വയർ ആയിരിക്കും. അതേ എക്സ് ദൂരം കംപ്രസ് ചെയ്താലോ അപ്പോഴും പൊട്ട എനർജി ഹാഫ് കെ സ്ക്വയർ ആയിരിക്കും. എന്നാൽ ഒരു വസ്തു റെഫറൻസ് ലൈനിൻ്റെ മുകളിലേക്ക് എച്ച് ഹൈറ്റ് കൊണ്ടുപോയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എം ജി എച്ച് ആണെങ്കിൽ എച്ച് ഹൈറ്റ് താഴേക്ക് കൊണ്ടുപോയാൽ എന്തായിരിക്കും? മൈനസ് എം ജി എച്ച് ആയിരിക്കും. അവിടെ കിടക്കുകയാണെങ്കിൽ 0 ആയിരിക്കും. അത് റെഫറൻസ് ലൈനിനെ പൊരുത്തിരിക്കും. ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ റെഫറൻസ് ലൈൻ നമ്മൾ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എടുക്കുക കേട്ടോ. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ഓഫ് സ്പ്രിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. യു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എം ജി എച്ച് അല്ലെങ്കിൽ എച്ച് സി എം. ഓക്കെ, എച്ച് സി എം എന്ന് പറഞ്ഞാൽ ആരാ? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. അതേപോലെ തന്നെ യു ഈക്വൽ ടു ആരാണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ. അത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആട്ടോ. ഹൂക്സ് ലോ, ഒരു സ്പ്രിങ്ങിൻ്റെ കാര്യത്തിൽ ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, അത് നമ്മുടെ സ്വന്തമാരാണ്, സ്പ്രിംഗ് ഫോഴ്സ് ആണ്. ഈ സ്പ്രിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് പറയുന്ന ലോ ആണെന്ത്? ഹൂക്സ് ലോ. ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓഫ് ഐഡിയൽ സ്പ്രിംഗ് ഈസ് ഗിവൺ ബൈ എഫ് എസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, where k is spring constant and x is the displacement of the spring from its unstrained length. The minus sign indicates that restoring force always points in a direction opposite the ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്പ്രിംഗ്. എസ് യൂണിറ്റ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ സ്പ്രിംഗ് എക്സ് ദൂരം വലിച്ചാലും എക്സ് ദൂരം കംപ്രസ് ചെയ്താലും ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ പേരൊന്നും അല്ല, അതിന്റെ പേരാണ് സ്പ്രിംഗ് ഫോഴ്സ്. ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് കേട്ടോ. വർക്ക് ഡൺ ബൈ എ സ്പ്രിംഗ് ഫോഴ്സ് വെൻ സ്പ്രിംഗ് എക്സ്പാൻഡ്സ്. ഒരു സ്പ്രിംഗ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് സ്പ്രിംഗ് ഫോഴ്സിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഹാഫ് കെ സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പൊ കംപ്രസ് ചെയ്യുന്ന സമയത്തോ? കംപ്രസ് ചെയ്യുന്ന സമയത്തും എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തും ഒരു ഇക്വേഷൻ തന്നെയാണ്. എക്സ്പാൻഡ് കംപ്രഷൻ ആകുമ്പോഴും ഇക്വേഷൻ ഇത് തന്നെയാണ്, ഈ ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ വെൻ സ്പ്രിംഗ് ഈസ് റിലീസ്ഡ് ഫ്രം ദ കംപ്രസ്ഡ് അല്ലെങ്കിൽ എക്സ്പാൻഡ് സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് സ്പ്രിംഗ് ഫോഴ്സിന്റെ വർക്ക് എന്ത് വരും? പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നും വരും കേട്ടോ. ഓക്കെ, അത് എപ്പോഴും സ്പ്രിംഗ് ഫോഴ്സിന്റെ വർക്ക് എന്താവണമെന്നില്ല, മൈനസ് ആവണമെന്നില്ല. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ മൈനസ് ഹാഫ് കെ സ്ക്വയർ ആണെങ്കിൽ ഒരു സ്പ്രിങ് റിലീസ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പാൻഡ് പോർഷൻ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കംപ്രസ്ഡ് പോർഷൻ റിലീസ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ഫോഴ്സിന്റെ വർക്ക് എന്താവാറുണ്ട്? പോസിറ്റീവ് ആകാറുമുണ്ട്. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. ഒരു സ്പ്രിങ്ങിനെ നമ്മൾ കടന്ന് ഒരു ബോഡീനെ നമ്മൾ ഒരു കയറിൽ കെട്ടിയിട്ട് വട്ടത്തിൽ ഇങ്ങനെ കറക്കാന്ന് കരുതുക. ആ സമയത്ത് ഇതിനെ എന്തായിരിക്കും? ഈ ഒരു സർക്കിള് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോയിന്റ് ബോട്ടം പോയിന്റിൽ വേണ്ട മിനിമം വെലോസിറ്റിയാണ് √5gr. അതിനേക്കാളും കൂടുതലും കുഴപ്പമില്ല. അതേപോലെ മിഡ് പോയിന്റ് ആകുമ്പോൾ √3gr ആണ് വേണ്ടത്. അതിനേക്കാളും കൂടുതലും കുഴപ്പമില്ല. ഏറ്റവും ടോപ്പിൽ √gr വേണ്ടത്. അതിനേക്കാളും കൂടുതലും കുഴപ്പമില്ല. അപ്പോൾ ഈ പറഞ്ഞ സ്പീഡുകൾ ഈ അതാത് പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷനുള്ള ഒരു ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നിങ്ങൾക്ക് അറിയാമെന്നിരിക്കുക. എൻസിആർ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ പ്രൂഫ് അടക്കമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. വിൻ്റെ വാല്യൂ താഴെയാണെങ്കിൽ √5gr അതിനേക്കാളും കൂടുതലോ, മിഡ് പോയിന്റ് ആണെങ്കിൽ √3gr അതിനേക്കാളും കൂടുതലോ, ഏറ്റവും ടോപ്പിൽ √gr അതിനേക്കാളും കൂടുതലോ. പ്രോബ്ലങ്ങളിലേക്ക് കടക്കാം. A particle of mass 10 gram moves along a circle of radius 6.4 cm with a constant tangential acceleration. What is the magnitude of this acceleration if the kinetic energy of the particle becomes equal to 8×10⁻⁴ joule by the end of the second revolution after the beginning of motion? നമുക്ക് കാണേണ്ടത് എന്താണ്? ടാൻജൻഷ്യൽ ആക്സലേഷൻ ആണ് കാണേണ്ടത്. ഒരു ബോഡി എന്ത് ചെയ്യാണ്?
ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ഈ ബോഡിക്ക് രണ്ട് തരത്തിലുള്ള ഫോഴ്സുകൾ ഉണ്ടാവും. ഒന്ന് ആരായിരിക്കും? സെൻറ്ററിലേക്കുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സും രണ്ടാമത്തെ ആരായിരിക്കും? ഈ ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെയും കൂടെ മൊത്തം വർക്ക് ഡൺ അല്ലേ, ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു ആരായിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഈ ടോട്ടൽ വർക്കിൽ ആരൊക്കെ ഉണ്ട്? സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ വർക്ക് പ്ലസ് ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നോക്കാം. പക്ഷേ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് എങ്ങോട്ടാണ് ഫോഴ്സ് അങ്ങോട്ട് തന്നെയാണ് ആര് ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. അപ്പോൾ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സും ഡിസ്പ്ലേസ് നമ്മൾ ആംഗിൾ 90 ആയതുകൊണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ ടാൻജൻഷ്യൽ ഫോഴ്സും ഡിസ്പ്ലേസ് നമ്മൾ ആംഗിൾ എന്തായിരിക്കും? 0 ആയതുകൊണ്ട് ആ വർക്ക് ഒരിക്കലും എന്ത് വരില്ല? 0 വരില്ല. പക്ഷേ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിൽ ആ ഒരു വാല്യൂ സെയിം ആണെങ്കിലും എന്തായിരിക്കും? ഇതിങ്ങനെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു വേരിയബിൾ ഫോഴ്സിന് ഇക്വേഷൻ കൊടുക്കുക. ഇൻ്റഗ്രേഷൻ ഓഫ് എഫ് ടി dx ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് mv². ഇവിടെ ഫൈനൽ കൈനറ്റിക് എനർജി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കൊടുത്താൽ kf - 0 കൊടുക്കുക. ഓക്കെ, ഇനി ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കുക എന്തുകൊണ്ട് അതിനെ കൊടുത്തറിയോ? നമുക്ക് ഈ എഫും എസും തമ്മിൽ, ഈ എഫ് ടി എസ് തമ്മിൽ ഇപ്പോൾ പൊസിഷൻ ഇങ്ങനെ മാറിയിട്ട് നമ്മളിപ്പോൾ എവിടെ എത്തി വെച്ചോ? ഇവിടെ വന്നു വെച്ചോ. അപ്പോൾ ഇവിടെ എഫ് ടി എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഇവർ തമ്മിൽ ആംഗിൾ എങ്ങനെയായിരിക്കും? വീണ്ടും 90 ആയിരിക്കും. പക്ഷേ ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് എന്താക്കി എടുക്കണം? നമ്മൾ ഒരു വേരിയബിൾ ഫോഴ്സ് ആക്കി എടുക്കണം. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എഫ് ടി നമ്മൾ നോക്കട്ടെ, എഫ് ടി ഡോട്ട് ഡി എക്സ് എന്നാണ് പറയുക. ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടും? ഈ ഇൻ്റഗ്രേഷൻ ഓഫ് എം എ ടി ഡി എക്സ് cos 0 ഈക്വൽ ടു kf - 0 എന്ന് വരും. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന സമയത്ത് രണ്ട് വട്ടമാണ് കറങ്ങണത് അല്ലേ? അപ്പോൾ എത്ര ദൂരം മൊത്തം പോയിട്ടുണ്ടാവും? ഒരു വട്ടം കറക്കുമ്പോൾ 2πr, അപ്പോൾ രണ്ട് വട്ടം കറക്കുമ്പോൾ എത്രയായിരിക്കും? 2 × 2πr ഈക്വൽ ടു 4πr. ഇവിടെ നമുക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം? നോക്കട്ടോ, ഈ പറഞ്ഞേക്കണ എമ്മിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എം ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് എ ടി കോൺസ്റ്റൻ്റ് അല്ലേ? എ ടി കോൺസ്റ്റൻ്റ് ആണ്, എ ടിനെ പുറത്തേക്ക് എടുക്കുക. എം ഇൻറ്റു എ ടി ഇൻ്റഗ്രേഷൻ ഓഫ് ഡി എക്സ് 0 ടു 4πr cos 0 1 ആണ് ഈക്വൽ ടു kf എന്ന് വരും. ഇനി മാസിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 10 ഗ്രാം. 10 ഗ്രാം എന്ന് പറയുമ്പോൾ 10 × 10⁻³ അല്ലെങ്കിൽ 10⁻² ഇൻറ്റു എ ടി ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓഫ് ഡി എക്സ് ആരാണ്? എക്സ് 0 ടു 4πr. 4πr എന്ന് പറയുമ്പോഴേക്കും 4πr അല്ലേ? ഈ 4πrൻ്റെ വാല്യൂ കണ്ടു വെച്ചാൽ എത്ര കിട്ടാം? 4πr. 4 ഇൻറ്റു 3.14 ഇൻറ്റു ഇവിടെ ആർ എത്രയാണ്? 6.4 സെൻറ്റിമീറ്റർ അല്ലേ? 6.4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ നമുക്ക് നേരെ. ഓക്കെ, അപ്പോൾ 4πr ഈക്വൽ ടു kf. kfൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് എത്രയാണ്? 8 ഇൻറ്റു 10⁻⁻4. ഒന്നുകൂടെ മാറ്റിയാൽ 10⁻⁻2 ഇൻറ്റു 80 ഇൻറ്റു എക്സിന് ആദ്യം കൊടുക്കുക 4πr. 4 ഇൻറ്റു പൈ എത്രയാണ്? 3.14 ഇൻറ്റു ആർ എത്രയാണ്? 6.4 ഇൻറ്റു 10⁻². ഓക്കെ, ദാറ്റ് -0 that is equal to 8 ഇൻറ്റു 10⁻⁻4. കേട്ടോ, ഇവിടെ 10⁻⁻4 ഉണ്ട്, അതേപോലെ 10⁻², 10⁻² കട്ടായി പോവും. ബാക്കി എത്ര കിട്ടും? എ ടി ഈക്വൽ ടു ഇവിടെ ഒരു 8ഉം ഒരു 4ഉം ഉണ്ട്, അത് കട്ടായി പോകുമ്പോൾ 2 എന്നും വരും കേട്ടോ. ബാക്കി എത്ര കിട്ടും? എ ടി ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 3.14 ഇൻറ്റു 6.4 എന്ന് വരും. അപ്പോൾ 2ഉം 6.4ഉം കട്ടായ 3.2 എന്ന് വരും. ഇത് 1 ഡിവൈഡ് ബൈ 3.14 ഇൻറ്റു 3.2 അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? ഇതിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1/10 കൊടുക്കുക. അപ്പോൾ 0.1 കിട്ടും കേട്ടോ. അപ്പോൾ 0.1 m/s² ഇസ് ദ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, ഓപ്ഷൻ 1. ഓക്കെ, ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ചെയ്യണം അത് ചെയ്യാൻ. കാരണം ടാൻജൻഷ്യൽ ഫോഴ്സും ഡിസ്പ്ലേസ് നമ്മൾ ആംഗിൾ 0 ആണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊരു വേരിയബിൾ ഫോഴ്സ് ആയിട്ട് വേണം നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ.
അങ്ങനെ ആകുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. A block of mass 10 kg moving in x direction with constant speed 10. It is subject to a retarding force F equal to 0.1 x joule per meter during its travel from x equal to 28 to 30. The final kinetic energy will be. വർക്ക് എന്ന തീരത്തിൻ്റെ വേറെ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ ഫോഴ്സ് ഒരു വേരിയബിൾ ഫോഴ്സ് ആയതുകൊണ്ട് ഒരു ഫോഴ്സ് ഉള്ളൂ, ഡബ്ല്യു എഫ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഈ വേരിയബിൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആരാ? ഇൻ്റഗ്രേഷൻ ഓഫ് x1 to ഇവിടെ 20 to 30. ഈ ഫോഴ്സ് ആരാ? 0.1 x dx ഈക്വൽ ടു ഓക്കെ കോൺസ്റ്റന്റ് സ്പീഡ് ആയിരുന്നു. അതുകൊണ്ട് ഫൈനൽ കൈനറ്റിക് എനർജിയിൽ കാണുന്നത് കെ എഫ് മൈനസ് ഹാഫ് ഇൻറ്റു മാസ് എത്രയാണ്? 10 ഇൻറ്റു 10 സ്ക്വയർ. ഓക്കെ, ഈ 0.1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ലിമിറ്റ് ആരായിരിക്കും? 20 to 30 ഈക്വൽ ടു കെ എഫ് മൈനസ് 1000 by 2 ഈക്വൽ ടു 500. പിന്നെ ഇത് റിട്ടാർഡിങ് ഫോഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആംഗിൾ പറയുമ്പോൾ ഒരു മൈനസ് സൈൻ വരും കേട്ടോ. അപ്പോൾ ഒരു മൈനസ് സൈൻ കൊടുക്കണം. റിട്ടാർഡിങ് ഫോഴ്സ് അല്ലത്. റിട്ടാർഡിങ് ഫോഴ്സ് ആകുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. റിട്ടാർഡിങ് ഫോഴ്സിൻ്റെ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. അത് മറന്നുപോയാൽ തെറ്റിപ്പോട്ടോ. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ വന്ന സമയത്ത് എന്തായിരിക്കും? 0.1 x ഇൻറ്റു ഡി എക്സ് ഇൻറ്റു കോസ് 180 വരും. ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് സൈൻ കിട്ടും കേട്ടോ. ദെൻ മൈനസ് 0.1 by 2 എക്സ് സ്ക്വയർ 20 to 30 ഈക്വൽ ടു കെ എഫ് മൈനസ് 500. ഈ 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. ഓക്കെ, അപ്പോൾ 0.5 0.05 ഇൻറ്റു എക്സ് സ്ക്വയർ 30യുടെ സ്ക്വയർ എത്രയാണ്? 900 മൈനസ് 400 ഈക്വൽ ടു കെ എഫ് മൈനസ് 500. മൈനസ് 0.05 ഇൻറ്റു 500 ഈക്വൽ ടു കെ എഫ് മൈനസ് 500. ഓക്കെ, ഇതെത്ര കിട്ടും? 500 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500. അത് രണ്ടെണ്ണം മാറ്റിയാൽ 25 എന്ന് വരും അല്ലേ? ഈക്വൽ ടു കെ എഫ് മൈനസ് 500. അപ്പോൾ കെ എഫിൻ്റെ വാല്യൂ എത്ര കിട്ടും? 500 മൈനസ് 25 ഈക്വൽ ടു 475 ജൂൾ. ഓപ്ഷൻ ഡി. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം അത് എന്ത് ഫോഴ്സാണ്? അത് റിട്ടാർഡിങ് ഫോഴ്സാണ്. റിട്ടാർഡിങ് ഫോഴ്സിൻ്റെ വർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് സൈൻ ആണ് വരിക. അപ്പോൾ 475 ജൂളാണ് വരിക കേട്ടോ. If the kinetic energy of the particle is increased by 300%, momentum of the particle is increased by. ഞാൻ പറഞ്ഞു ഈ മൊമെൻറ്റത്തിൻ്റെയും കൈനറ്റിക് എനർജി റിലേഷനാണ് പി ഈക്വൽ ടു √2mk. 2ഉം എമ്മും ഒക്കെ ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പി പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? √k എന്ന് പറയാൻ പറ്റും. ഇവിടെ ചോദിച്ചേക്കുന്നത് മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി ഇൻക്രീസ്ഡ് ബൈ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പി. അതെങ്ങനെ പറയാൻ പറ്റുക? ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ പഴയ പി താഴെ കൊടുക്കുക, മുകളിൽ ഇൻക്രീസ് ഇൻ പി ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ പി ഡാഷ് മൈനസ് പി ബൈ പി ഇൻറ്റു 100. മുകളിൽ ഇൻക്രീസ് ഇൻ പി, താഴെ ഒറിജിനൽ പി ഇൻറ്റു 100. ഈ പി എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷൻ ടു √k ആയതുകൊണ്ട് √k ഡാഷ് മൈനസ് √k ബൈ √k ഇൻറ്റു 100. ഇതെത്ര കിട്ടും? ഈ കെ ഡാഷ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കെ ഡാഷ് ഈക്വൽ ടു പഴയ കെയോട് കൂടിയിട്ട് ഒരു 300% ഒരു കെയും കൂടെ കൂട്ടുകയാണ് പുതിയ കെ. അപ്പോൾ കെ പ്ലസ് 300% എന്ന് പറയുമ്പോൾ 300/100k എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 200 കട്ടായി പോയാൽ 4k എന്നായി ഉണ്ടാവും. അപ്പോൾ ഒരു 300% കൂടുമ്പോൾ അതുപോലത്തെ 3 കൂടെ ആഡ് ചെയ്തിട്ട് ഒരു കെ എന്നുള്ളത് 4k ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഈ √k ഡാഷിൻ്റെ വാല്യൂ എത്രയായിരിക്കും? √4k മൈനസ് √k ബൈ √k ഇൻറ്റു 100. അപ്പോൾ 2 പുറത്തേക്ക് എടുത്താൽ √2 ഇൻറ്റു √k മൈനസ് √k ബൈ √k ഇൻറ്റു 100. √k പുറത്തേക്ക് എടുത്താൽ 2 മൈനസ് 1 ബൈ √k ഇൻറ്റു 100. √k ക്യാൻസൽസ് 100% കിട്ടും. സോ ദ ആൻസർ ഈസ് 100%. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two bodies of masses m and 4m are moving with equal kinetic energy. The ratio of their linear momentum is. Okay, രണ്ടുപേരുടെ kinetic energy സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് കാണണം? ലീനിയർ മൊമെൻറ്റം കാണണം. പിൻ്റെ ഇക്വേഷൻ എന്താ? √2mk എന്ന് പറഞ്ഞു. അവിടെ നോക്കി കഴിഞ്ഞാൽ 2 കോൺസ്റ്റൻ്റ് ആണ്, kinetic എനർജിയും സെയിം ആണ്.
അല്ലേ? അപ്പോൾ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ എന്ന് പറയാൻ പറ്റും നമുക്കൊരു P1/P2 ഈക്വൽ ടു √M1/M2 എന്ന് പറയാം. മാസ് പറയുമ്പോൾ എമ്മും പിന്നെ ആരാണ് 4M. എം കട്ടായി പോയാൽ ബാക്കി എത്ര കിട്ടും? 1/4ൻ്റെ റൂട്ട് 1/2. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫോഴ്സുകൾ പറയുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്ക് ഡൺ എറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈ 0 ആയിരിക്കും കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ കേട്ടോ. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് റൗണ്ട് ട്രിപ്പ് വർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. എക്സാമ്പിൾ പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ പറയാൻ പറ്റും. പിന്നെ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും, -Δu ഈക്വൽ ആയിരിക്കും WC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയ റൗണ്ട് ട്രിപ്പ് വർക്ക് 0 ആയിട്ടുള്ള അത്തരം ഫോഴ്സുകളാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. എക്സാമ്പിൾ ആരൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് അപ്പോൺ പാത്ത് ഫോളോഡ് ആണ്. ഓക്കെ, റൗണ്ട് ട്രിപ്പ് വർക്ക് എന്തല്ല? 0യും അല്ല. അതിൻ്റെ എക്സാമ്പിളാണ് ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ് ഒക്കെ. പിന്നെ അതർ ഫോഴ്സിൻ്റെ വർക്ക് 0 ആണെങ്കിൽ, അതായത് എക്സ്റ്റേണൽ ഏജൻറ്റ് പോലത്തെ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ, നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് എന്തിന് ഈക്വൽ ആയിരിക്കും? ചേഞ്ച് ഇൻ മെക്കാനിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും കേട്ടോ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ ഈ കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കുക. ആ എക്സാമ്പിൾ മനസ്സിലാക്കി വയ്ക്കുക. റൗണ്ട് ട്രിപ്പ് വർക്ക് ആർക്കാണ് 0 ആവുന്നത്, ആർക്ക് 0 അല്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആരുടെ വർക്കാണ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആവുന്നത്, അല്ലാത്തതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പ്രോബ്ലങ്ങളിലേക്ക് കിടക്കാം. W1, W2, W3 represent work done in moving a particle from A to B along 3 different paths 1, 2 and 3 respectively in a gravitational field of a point mass m. Find the correct relation between W1, W2 and W3. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കൺസർവേറ്റീവ് ഫീൽഡാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞത്. അതിൽ ഏത് വഴിയാണെങ്കിലും വർക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും. വർക്ക് ഡൺ ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ ആൻസർ എന്താ വരിക? W1 ഈക്വൽ ടു W2 ഈക്വൽ ടു W3. ഓക്കെ, ഏത് കൊണ്ടുപോയ വഴി പ്രശ്നമല്ല, ഏത് വഴിയാണെങ്കിലും നമ്മുടെ വർക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും. The body moving with the velocity v has a momentum and kinetic energy numerically equal to equal. What is the value of v? ഇപ്പോൾ നമുക്ക് കാര്യം പറയട്ടെ. ഈ മൊമെൻറ്റത്തിൻ്റെയും കൈനറ്റിക് എനർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്നാണ് പറഞ്ഞത്. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ആരാ? mv. കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ½ ഒരു m കട്ടായി പോയാൽ, ഒരു v കട്ടായി പോയാൽ ലാസ്റ്റ് നമുക്ക് v ഈക്വൽ ടു 2 m/s കിട്ടും. ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle of mass m at rest is acted upon by a force for a time t. Kinetic energy after an interval t is. നമ്മുടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? K ഈക്വൽ ടു ½ ½ ഇൻറ്റു m ഇൻറ്റു ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആരാ? u+at എന്ന് പറയാൻ പറ്റും. ഇവിടെ റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് u 0ആണ്. ഇനി ഫോഴ്സിൻ്റെ ഇക്വേഷൻ m ആയതുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? F/m എന്ന് കൊടുക്കുക. അപ്പോൾ F/m ഇൻറ്റു ടി. അപ്പോൾ വെലോസിറ്റി ആരായിരിക്കും? F/mt. അപ്പോൾ ഇവിടെ F/m ടീൻ്റെ എന്ത് ചെയ്യണം? സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? F²t²/2m. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A long spring when stretched by x centimeter has potential energy u. On increasing the length of spring by stretching to nx centimeter, potential energy stored in the spring will be. അപ്പോൾ ആദ്യം നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ മനസ്സിലാക്കുക? u ഈക്വൽ ടു ½ എന്നാണ് ഒരു സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഇനി ഇവിടെ പറയുന്നത് എക്സ് എന്തായിട്ട് മാറി? എക്സ് എന്തായിട്ട് മാറി? nx ആയിട്ട് മാറി. അപ്പോൾ u എന്തായിട്ട് മാറിയിട്ടുണ്ടാകും? u ഡാഷ്. സോ u ഡാഷ് ഈക്വൽ ടു ½ ഇൻറ്റു k ഇൻറ്റു nx-ൻ്റെ സ്ക്വയർ. ഇത് n² ഇൻറ്റു ½ എന്ന് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? n²u എന്ന് കിട്ടും. u ഡാഷ്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് n²u. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Law of conservation of mechanical energy. If conservative force is only acting on a system
ഇറ്റ്സ് ടോട്ടൽ മെക്കാനിക് എനർജി റിമൈൻസ് കൺസേർവ്ഡ്. ഒരു കഥയിൽ ഒരു പ്രോബ്ലത്തിൽ ഒരു സിറ്റുവേഷനിൽ കൺസർവേറ്റീവ് ഫോഴ്സോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സുകളെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആരില്ല, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇല്ല, അതർ ഫോഴ്സ് ഇല്ലെങ്കിൽ അവരുടെ മെക്കാനിക് എനർജി എല്ലായ്പ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇനീഷ്യൽ ആയിട്ടുള്ള മെക്കാനിക് എനർജി അത് തന്നെയായിരിക്കും ഫൈനൽ മെക്കാനിക് എനർജി. അഥവാ എന്താണോ ഇനീഷ്യൽ പൊട്ട എനർജിൻ്റെ കൈനറ്റിക് എനർജിൻ്റെ സമ്മ് അത് തന്നെയായിരിക്കും ഫൈനൽ പൊട്ട എനർജിൻ്റെ കൈനറ്റിക് എനർജിൻ്റെ സമ്മ്. വേണമെങ്കിൽ കൊടുക്കാം UI പ്ലസ് KI ഈക്വൽ ടു UF പ്ലസ് KF എന്നുള്ള ഇക്വേഷൻ എഴുതാൻ പറ്റും. പക്ഷേ ഈ ഇക്വേഷൻ എപ്പോഴും കയറി ഉപയോഗിക്കാൻ പാടില്ല. ഫ്രിക്ഷൻ വരുന്ന സമയത്ത്, റെസിസ്റ്റൻസ് വരുന്ന സമയത്ത്, അതർ ഫോഴ്സ് വരുന്ന സമയത്തൊന്നും ശരിയാവണമെന്നില്ല. കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ ഇത് ശരിയാവുള്ളൂ. ഓക്കെ. Mass energy equivalence. Mass can be converted into energy and energy can be converted into mass as E equal to mc square. Einstein equation ആണ് E equal to mc square, where C എന്ന് പറഞ്ഞാൽ എന്താ, സ്പീഡ് ഓഫ് ദ ലൈറ്റ്, M എന്താണ്, മാസ്. ഈ പ്രോബ്ലം നോക്കാട്ടോ. A frictionless track ABCD ends in a circular loop of radius R. Body slides down the track from a point A which is at a height h equal to 5 meter. The maximum value of R for the body to successfully complete the loop. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ബോഡി താഴേക്ക് വരുന്നുണ്ട്. ഈ ഹൈറ്റ് എത്രയാണ്, h. ഈ ബോഡി മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ഒരു സർക്കിൾ എന്ത് ചെയ്യാൻ പോവാണ്, കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഈ റേഡിയസ് എത്രയാണ്, R. ഓക്കെ. ഈ താഴെ എത്തുന്ന സമയത്ത് ഈ ബോഡിക്ക് എന്തുണ്ടായിരിക്കും, ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും. ആ വെലോസിറ്റി V എന്ന് കരുതുക. ഈ വെലോസിറ്റി എങ്ങനെ കാണാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ UI പ്ലസ് KI ഈക്വൽ ടു UF പ്ലസ് KF എന്ന് കൊടുക്കുക. ലോ ഓഫ് കൺസർവേഷൻ മെക്കാനിക്കൽ എനർജിയാണ്. മുകളിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വെലോസിറ്റി ഇല്ല കേട്ടോ. ഇതിൻ്റെ മാസ് ഹൈറ്റ് കാരണം പൊട്ടൻ എനർജി ഉണ്ട്. അപ്പോൾ mgh പ്ലസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്രയാണ്, 0 ഈക്വൽ ടു താഴെ എത്തുമ്പോൾ എന്തായിട്ട് മാറുന്നു, പൊട്ടൻ എനർജി 0 ആവുന്നു. കൈനറ്റിക് എനർജി ഹാഫ് V സ്ക്വയർ ആയിട്ട് മാറുന്നു. M കട്ടായി പോയാൽ V സ്ക്വയർ ഈക്വൽ ടു 2gh, V ഈക്വൽ ടു √2gh എന്ന് കിട്ടും. ഇനി പറയാം, ദിസ് വെലോസിറ്റി must be equal to √5gr. കാരണം നമുക്കറിയാം ഒരു ലൂപ്പിൽ നമുക്ക് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ താഴെ വേണ്ട മിനിമം വെലോസിറ്റിയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √5gr. അപ്പോൾ മിനിമം വാല്യൂ ചോദിക്കുമ്പോൾ എന്താ കൊടുക്കേണ്ടത്, √5gr കൊടുത്താലേ ഈ സർക്കിൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ √5gr ടിക്കറ്റ്. അപ്പോൾ √2gh എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആവണം, √5gr ഈക്വൽ ആവണം. അപ്പോൾ നമുക്ക് R ആണ് കാണേണ്ടത്. അപ്പോൾ ഈ റൂട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, 2h ഈക്വൽ ടു 5r എന്ന് കിട്ടും. അപ്പോൾ R എത്ര കിട്ടും, 2/5h എന്ന് കിട്ടും. 2/5 ഇൻറ്റു h എത്രയാണ്, ഓൾറെഡി 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ. This is the answer, 2 centimeter. Option D. In a simple pendulum of length L, bob is pulled aside from its equilibrium position through a angle theta, then released. The bob passes through the equilibrium position with the speed. ഇതാണ് നമ്മുടെ ബോബ്. അതിവിടെ എത്തിയിട്ടോ. ഓക്കെ. ബോബിന് ലെങ്ത്ത് L ആണ്. ഈ ആംഗിൾ തീറ്റ കൊടുക്കുക. കുഴപ്പമില്ല. ഇവിടെ എത്തുമ്പോൾ എന്താണ് കാണേണ്ടത്, ഇക്വിലിബ്രിയം പൊസിഷൻ എത്തുമ്പോഴുള്ള സ്പീഡാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എത്രയായിരുന്നു, 0 ആയിരുന്നു. ഈ ഒരു ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഇത് L ആണെങ്കിൽ ഈ ഒരു ലെങ്ത് കേട്ടോ, ഈ ഒരു ലെങ്ത് ആരായിരിക്കും, L cos തീറ്റ. ഈ ലെങ്ത് എത്രയായിരിക്കും, L. അപ്പോൾ നമുക്ക് വേണ്ട ഈ ഒരു ഹൈറ്റ് എത്രയായിരിക്കും, h ഈക്വൽ ടു L മൈനസ് L cos തീറ്റ, അല്ലെങ്കിൽ L ഇൻറ്റു 1 മൈനസ് cos തീറ്റ. ഇനി ഞാൻ പറയട്ടെ, നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഉപയോഗിക്കാം. UI പ്ലസ് KI ഈക്വൽ ടു UF പ്ലസ് KF. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ആ ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത് mg വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, h ആണ്. പ്ലസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0. താഴെ എത്തുമ്പോൾ എത്രയായി മാറി, പൊട്ടൻഷ്യൽ എനർജി. ഇത് നമ്മൾ റെഫറൻസ് ലൈനാക്കി എടുക്കുകയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 പ്ലസ് കൈനറ്റിക് എനർജി ആയിട്ട് മാറി ½ mv².
അപ്പോൾ എം ജി ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ എത്രയാണ് എൽ ഇൻറ്റു 1 - cos തീറ്റ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. എം കട്ടായി പോയാൽ വി സ്ക്വയർ ഈക്വൽ ടു 2gl ഇൻറ്റു 1 - cos തീറ്റ. അപ്പോൾ വി എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2gl ഇൻറ്റു 1 - cos തീറ്റ. ഓപ്ഷൻ ഡി. ഓക്കെ, ഇവിടെ എച്ച് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എച്ച് ആരാണ്? ഈ നമ്മുടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് എൽ ഇൻറ്റു 1 - cos തീറ്റ കൊടുത്ത കേട്ടോ. The block of mass m moving on a frictionless horizontal surface collides with a spring of spring constant k and compresses it by length L. Maximum momentum of the block after collides is. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു സ്പ്രിങ് എന്ത് ചെയ്യുന്നുണ്ട്? കംപ്രസ്ഡ് ആവുന്നുണ്ട്. ഈ ബ്ലോക്കിന് വിത്ത് വെലോസിറ്റി വി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ ബ്ലോക്ക് എന്തായി മാറുന്നു? കംപ്രസ് ആയിട്ട് ലാസ്റ്റിന്റെ വെലോസിറ്റി 0 ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ വെലോസിറ്റി കിട്ടുന്ന ഒരു പോയിന്റ് ഏതായിരിക്കും? ആ ബ്ലോക്ക് ഈ തൊട്ട് കംപ്രസ് ചെയ്യുന്നതിൻ്റെ ആ തൊട്ട് മൊമെന്റിൽ എത്തുന്ന സമയത്ത് ഏത് വെലോസിറ്റി തന്നെ ആയിരിക്കും? വി തന്നെ ആയിരിക്കും വെലോസിറ്റി. അവിടെ എത്തുമ്പോഴായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ മൊമെന്റ് ഉണ്ടാവുക. അപ്പോൾ കാണേണ്ടത് വി തന്നെയാണ് കാണേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വി കാണാം. എങ്ങനെ വി കാണാം? യു ഐ പ്ലസ് കെ ഐ ഈക്വൽ ടു യു എഫ് പ്ലസ് കെ എഫ് കൊടുക്കുക. ആദ്യം പൊട്ടൻഷ്യൽ എനർജി 0 ഹാഫ് എം വി സ്ക്വയർ. അതിൻ്റെ മാസ് എം ആണല്ലോ. ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള കൈനറ്റിക് എനർജി ഉണ്ട്. ഫൈനലി പൊട്ടൻഷ്യൽ എനർജി എന്നായിട്ട് മാറി ഹാഫ് കെ എത്ര കംപ്രസ് ചെയ്തു? എൽ ലെങ്ത് കംപ്രസ് ചെയ്തു. അപ്പോൾ ഹാഫ് കെ എൽ സ്ക്വയർ പ്ലസ് ഫൈനൽ കൈനറ്റിക് എത്രയായി? 0 ആയിട്ട് മാറി. ഹാഫ് കട്ടായി പോയാൽ നമുക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം ഇൻറ്റു എൽ സ്ക്വയർ എന്ന് കിട്ടും. വി ഈക്വൽ ടു ആരായിരിക്കും? റൂട്ട് കെ ബൈ എം ഇൻറ്റു എൽ എന്ന് കിട്ടും അല്ലേ? ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? മൊമെന്റ് ആണ് കാണേണ്ടത്. മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിന്റിൽ മൊമെന്റ് ആണ് കാണേണ്ടത്? ഈ ഒരു പോയിന്റിൽ നമ്മൾ മൊമെന്റ് ആണ് കാണേണ്ടത്. കാരണം ഇവിടെ എത്തുമ്പോഴേക്ക് മൊമെന്റ് എന്തായി പോയിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. ഇവിടെ ആവും മൊമെന്റം എന്തായി ഉണ്ടാവുക? മാക്സിമം ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ പോയിന്റിൽ എത്തുന്ന സമയത്ത് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? മാസ് ഇൻറ്റു വെലോസിറ്റി തന്നെ കൊടുക്കുക. അപ്പോൾ എത്രയാണ് മാസ്? എം ഇൻറ്റു റൂട്ട് കെ ബൈ എം ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ റൂട്ട് എം കെ ഇൻറ്റു എൽ എന്ന് കിട്ടും കേട്ടോ. റൂട്ട് എം കെ ഇൻറ്റു എൽ. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ. Okay. What is the velocity of the bob of a simple pendulum at its mean position if it is able to rise a vertical height of 10 cm? നമ്മൾ നേരത്തെ കണ്ട അതേ ലോജിക്കിൽ ചെയ്താൽ മതി. What is the velocity of the bob of a simple pendulum at its mean position if it is able to rise a vertical height of 10 cm? കേട്ടോ. യു ഐ പ്ലസ് കെ ഐ ഈക്വൽ ടു ആരായിരിക്കും? യു എഫ് പ്ലസ് കെ എഫ്. ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയത്ത് എം ജി എച്ച് സി എം പ്ലസ് 0 ഈക്വൽ ടു താഴെ എത്തുമ്പോൾ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ എം കട്ടായി പോയാൽ എന്ത് കിട്ടും? വി സ്ക്വയർ ഈക്വൽ ടു 2GHCM അല്ലെങ്കിൽ വി ഈക്വൽ ടു റൂട്ട് ഓഫ് 2GHCM. റൂട്ട് ഓഫ് 2 ഇൻറ്റു ജീൻ്റെ വാല്യൂ 9.8 ഇൻറ്റു HCM എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. 10 ഇൻറ്റു 10⁻². ഓക്കെ, ഈ ജീൻ്റെ വാല്യൂ 10 ആക്കി എടുത്ത് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് റൗണ്ട് ചെയ്താൽ പോരെ? എത്ര കിട്ടും? നമുക്ക് കിട്ടാൻ പോണ വാല്യൂ റൂട്ട് 2 എന്നാണ് കിട്ടുക. ഈ 10⁻². റൂട്ട് 2 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്രയായിരിക്കും? 1.4 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പവർ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെ പറഞ്ഞ പേരാണ് പവർ. പവർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വർക്ക് ബൈ ടൈം. പവറിൻ്റെ ഇക്വേഷൻ ആണ് F.V അല്ലെങ്കിൽ FV cos തീറ്റ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ വാട്ടാണ്. HP എന്നുള്ള യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. ഒരു HP എന്ന് പറഞ്ഞാൽ 746 വാട്ട്. ഓക്കെ, ഇനി ഒരു ഇൻസ്റ്റന്റാനിയസ് പവറിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? P ഈക്വൽ ടു dW/dt. അതുപോലെ ഒരു WT ഗ്രാഫിൻ്റെ താഴത്തെ സ്ലോപ്പും എന്തായിരിക്കും? വർട്ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പും എന്തായിരിക്കും?
പവർ ആയിരിക്കും. വർട്ടിംഗ് ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ, ഇതിൻ്റെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ പവർ ആയിരിക്കും. അതേപോലെ ഒരു എഫ് വി ഗ്രാഫിൻ്റെ, ഒരു ഫോഴ്സ് വെലോസിറ്റി ഗ്രാഫിൻ്റെ താഴത്തെ ഏരിയയും എന്തായിരിക്കും? പവർ ആയിരിക്കും. ഓക്കെ, പവറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് മനസ്സിലായല്ലോ? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം. അതേപോലെ എഫ് ഡോട്ട് വി എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. ഒരു വർട്ടിംഗ് ഗ്രാഫിൻ്റെ സ്ലോപ്പ് അഥവാ ടാൻ തീറ്റ പവർ ആയിരിക്കും. ഒരു എഫ് വി ഗ്രാഫിൻ്റെ താഴത്തെ ഏരിയയും എന്തായിരിക്കും? പവർ ആയിരിക്കും. A particle of mass m is driven by a machine that delivers a constant power of k watt. If the particle starts from rest, the force on the particle at a time t is. Okay. കോൺസ്റ്റന്റ് പവർ ആണ് കെ എന്ന് പറഞ്ഞത്, ഫോഴ്സ് ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ ആദ്യം കാര്യം ചെയ്യുക, ഈ പവറിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് ഇൻറ്റു വി എന്ന് പറയും. ഇവിടെ പവറിൻ്റെ വാല്യൂ കൊടുത്തേക്കുന്നത് കെ ആണ്. കെക്ക് എന്ത് കൊടുക്കുക? എം എ ഇൻറ്റു വി എന്ന് കൊടുക്കുക അല്ലേ? അപ്പോൾ നമ്മൊരു കാര്യം ചെയ്യുക, നമുക്കിതിൽ ആക്സലറേഷനാണ് കാണേണ്ടത്. ഓക്കെ, വെലോസിറ്റി ആദ്യം കാണണം കേട്ടോ. അപ്പോൾ കെ എന്താ നമ്മൾ കാണേണ്ടത്? ഇഫ് ദ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ ആണ് കാണേണ്ടത്, എഫ് ആണ് കാണേണ്ടത്. അപ്പോൾ എം എ ആണ് കാണേണ്ടത്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, എം ഇൻറ്റു എൻ്റെ വാല്യൂ എത്രയാണ്? ഡി വി ബൈ ഡി ടി ഇൻറ്റു വി എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? കെ ഡി ടി ഈക്വൽ ടു എം വി ഡി വി. ഇത് അങ്ങോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? കെ ഇൻറ്റു ഇൻറ്റഗ്രേഷൻ ഓഫ് ഡി ടി ഈക്വൽ ടു എം ഇൻറ്റു ഇൻറ്റഗ്രേഷൻ ഓഫ് വി സ്ക്വയർ ഡി വി. ഒരു 0 ടു ടി എന്നും 0 ടു വി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ ടി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ 2 എന്നും ലാസ്റ്റ് വി സ്ക്വയർ ഈക്വൽ ടു 2 കെ ടി ബൈ എം എന്നും കിട്ടും. കിട്ടൂലേ? അപ്പോൾ വി എന്ത് കിട്ടും? റൂട്ട് 2 കെ ടി ബൈ എം. ഇങ്ങനെ എഴുതി. ഇത് ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആക്സലേഷൻ കിട്ടും. ആക്സലേഷൻ ഇക്വേഷൻ എന്താ? ഡി വി ബൈ ഡി ടി എന്നല്ലേ പറയാം. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? റൂട്ട് 2 കെ ബൈ എം ഇൻറ്റു ഹാഫ് ഇൻറ്റു ടി റേസ് ടു ഹാഫ് മൈനസ് 1 മൈനസ് ഹാഫ് എന്ന് കിട്ടിയില്ലേ? അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഹാഫിൻ്റെ ഈ 2 എടുത്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ റൂട്ട് കെ ബൈ 2m ഇൻറ്റു ടി റേസ് ടു മൈനസ് ഹാഫ് എന്ന് കിട്ടി. ഇനി ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യുക, എഫ് ഈക്വൽ ടു എം എ കൊടുക്കുക. എം ഇൻറ്റു റൂട്ട് കെ ബൈ എം ഇൻറ്റു ടി റേസ് ടു മൈനസ് ഹാഫ് എന്ന് പറയുമ്പോൾ ഈ എം ഉള്ളിലേക്ക് പോകുമ്പോൾ എം സ്ക്വയർ. അപ്പോൾ അത്ര കിട്ടും? റൂട്ട് 2 കെ ബൈ എം ഇൻറ്റു ടി റേസ് ടു മൈനസ് ഹാഫ് എന്ന് കിട്ടും. റൂട്ട് 2 കെ ബൈ എം. എം മുകളിലേക്ക് പോകുമ്പോൾ ഒരു എം അവിടെ, എം മുകളിലാണ് വരിക കേട്ടോ. എത്ര കിട്ടും? എം ഉള്ളിലേക്ക് പോകുമ്പോൾ എം സ്ക്വയർ എന്ന് വരും. സ്റ്റെപ്പ് ചെയ്യാം. റൂട്ട് ഓഫ് എം സ്ക്വയർ കെ ബൈ 2m ഇൻറ്റു ടി റേസ് ടു മൈനസ് ഹാഫ്. അപ്പോൾ എത്ര കിട്ടും? റൂട്ട് ആരായിരിക്കും? എം കെ ബൈ 2 ഇൻറ്റു ടി റേസ് ടു മൈനസ് ഹാഫ്. ഓപ്ഷൻ ഡി. ഓക്കെ, ഇങ്ങനെയാണ് ചോദ്യം കാണേണ്ടത് കേട്ടോ. ആദ്യം എന്ത് ചെയ്തു? നമ്മൾ വെലോസിറ്റി കണ്ടു, അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത ആക്സലേഷൻ കണ്ടു. ആക്സലേഷന് എമ്മും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഫോഴ്സ് കിട്ടുന്നു. One coolie takes 1 minute to raise a suitcase through a height 2 meters, but the second coolie takes 30 seconds to raise the same suitcase to the same height. The power of the two coolies are in the ratio of. പവറിൻ്റെ ഇക്വേഷൻ എന്താ? വർക്ക് ബൈ ടൈം എന്നാണ് പറയുക. ഇപ്പോൾ വർക്ക് ആണെങ്കിലോ മോളിൽ കൊണ്ടുവയ്ക്കുന്നതുകൊണ്ട് എം ജി എച്ച് ബൈ ടി എന്നാണ് പറയുക. ഇവിടെ ഒരേ സൂട്ട് കേസാണ് ലിഫ്റ്റ് ചെയ്യുന്നത്, ഒരേ ഹൈറ്റ് ആണല്ലേ, സെയിം ഹൈറ്റ്. അപ്പോൾ ഈ കേസിൽ എം സെയിം ആണ്, ജി സെയിം ആണ്, എച്ച് സെയിം ആണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, പി പ്രപ്പോർഷണൽ ടു 1/t എന്ന് പറയാൻ പറ്റും. അപ്പോൾ P1/P2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തിരിച്ചിട്ടാൽ T2/T1 എന്ന് വരും. അപ്പോൾ ആദ്യത്തെ എത്രയാണ്? 1 മിനിറ്റും സെക്കൻഡ് എത്രയാണ്? 30 സെക്കൻഡുമാണ്. അപ്പോൾ 30 സെക്കൻഡ് ഡിവൈഡ് ബൈ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2. അപ്പോൾ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ എ. P1/P2 ഈക്വൽ ടു T1 എത്രയാണ്? ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ്, സെക്കൻഡ് ടൈം എത്രയാണ്? 30 സെക്കൻഡ്. അങ്ങനെ ചെയ്ത് കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body of mass 1 kilogram begins to move under the action of a time-dependent force F equal to 2ti plus 3t square j. I and j are unit vectors along x and y axis. What will be the power developed by the force at a time t? Okay, ഇവിടെ പവറിൻ്റെ ഇക്വേഷൻ എന്താ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, 2ti പ്ലസ് 3t സ്ക്വയർ ജെ. ഫോഴ്സ് വന്നത്രയും മാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഇൻറ്റു എ ഈക്വൽ ടു 2ti പ്ലസ് 3t സ്ക്വയർ ജെ. ഈ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി കൊടുത്താൽ 2ti പ്ലസ് 3t സ്ക്വയർ ജെ, അല്ലെങ്കിൽ ഡി വി എന്ത് കിട്ടും, 2ti പ്ലസ് 3t സ്ക്വയർ ജെ ഇൻറ്റു ഡി ടി. ഇതങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, ഇൻ്റഗ്രേഷൻ ഓഫ് ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓഫ് 2ti പ്ലസ് 3t സ്ക്വയർ ജെ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും അല്ലേ. ബിഗിൻസ് ടു മൂവ് ആയതുകൊണ്ട് സമയം 0 to v എന്നും സമയം 0 to t എന്നും കൊടുക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ v ഈക്വൽ ടു 2 ഇൻറ്റു ടി സ്ക്വയർ ബൈ 2i പ്ലസ് 3 ഇൻറ്റു ടി ക്യൂബ് ബൈ 3 ആരായിരിക്കും, ജെ എന്ന് കിട്ടും. ഇവിടെ 0 to t ചെയ്യുമ്പോൾ ഈ 2 ക്യാൻസൽ ആയി പോവും. അതേപോലെ 3 ക്യാൻസൽ ആയി പോയാൽ ബാക്കി എന്ത് വരും, ടി സ്ക്വയർ ഐ പ്ലസ് ടി ക്യൂബ് ജെ എന്ന് വരും വെലോസിറ്റി. ഇനി നമുക്ക് പവർ അല്ലേ കാണേണ്ടത്, പവറിൻ്റെ ഇക്വേഷൻ ആരാ, എഫ് ഡോട്ട് വി എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇതാണ് വെലോസിറ്റി, ഇതാണ് ഫോഴ്സ്, ഇത് രണ്ടിനെ കൂടെ ഡോട്ട് ചെയ്യണം. ഡോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2t ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് 3t സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ്. അപ്പോൾ അത്ര കിട്ടും 2t ക്യൂബ് പ്ലസ് 3t റേസ് ടു 5. ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കിട്ടുന്നത് കേട്ടോ. 2t ക്യൂബ് പ്ലസ് 3t റേസ് ടു 5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രക്ക് ഓഫ് മാസ് 30,000 kilogram moves up inclined plane of slope 1 in 100 at a speed 30 km/h. The power of the truck is. ഓക്കെ, ഒരു ട്രക്ക് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കയറാൻ വേണ്ടി പോവാണ്. താഴേക്ക് ആരുണ്ടാവും, എം ജി, ഈ ആംഗിൾ തീറ്റ. എം ജി നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കാൻ പറ്റും, എം ജി കോസ് തീറ്റ, എം ജി സൈൻ തീറ്റ. മുകളിലേക്ക് ആരുണ്ടാവും, എഫ്. പവറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, എഫ് ഇൻറ്റു വി എന്നാണ് പറയുക. എഫിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇത് യൂണിഫോം വെലോസിറ്റി പോകുന്നതുകൊണ്ട് എഫിൻ്റെ മാഗ്നിറ്റ്യൂഡും എം ജി സൈനിയുടെ മാഗ്നിറ്റ്യൂഡും എന്താവണം, സെയിം ആയേ പറ്റും. അപ്പോൾ എഫ് എത്രയായിരിക്കും, എം ജി സൈൻ തീറ്റ ഇൻറ്റു വി എന്ന് പറയാം. എത്രയാണ് മാസ്, 30,000, ജി 10 സൈൻ തീറ്റ. സ്ലോപ്പ് ആണെങ്കിൽ 1 ഇൻറ്റു 100 എന്നാണ് പറയുക. ഇതാണെങ്കിൽ റൂട്ട് ഓഫ് 100 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 100 തന്നെ കിട്ടുക. അപ്പോൾ സൈൻ തീറ്റ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് 1/100 തന്നെ പറയാം. ഇൻറ്റു വി 30 km/h ആണ്, ഇൻറ്റു 5/18 കൊടുക്കാം. ഇവിടെ ഒരു 100, ഒരു 0 കട്ടായി പോയി കഴിഞ്ഞാൽ ഇവിടെ എത്രയുണ്ട്, ഒരു 3 ഇൻറ്റു 3 9 18 വരും. അപ്പോൾ ഇവിടെ ഒരു 10 റേസ് ടു 4 3, ഇവിടെ എത്ര കിട്ടും, 2 എന്ന് കിട്ടും അല്ലേ. ലാസ്റ്റ് എത്ര കിട്ടും, 5/2 2.5 ഇൻറ്റു 10 റേസ് ടു 4 അല്ലെങ്കിൽ 25 kilowatt is the answer. Okay, next question. If the heart pushes 1 cc of blood in 1 second under the pressure 20,000 Newton per meter square, power of heart is. Power of heart എന്ന് പറയുമ്പോൾ പവറിൻ്റെ ഇക്വേഷൻ ആണ് വർക്ക് ബൈ ടൈം. വർക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, പ്രഷർ ഇൻറ്റു വോളിയം ബൈ ടി എന്ന് കൊടുക്കാം. വേണമെങ്കിൽ പി ഇൻറ്റു വി ബൈ ടി എന്ന് കൊടുക്കാം. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ഇത് പവർ ഓഫ് ഹാർട്ട് ആട്ടോ, ഇത് പ്രഷറാണ്. പവർ ഓഫ് ഹാർട്ട് ഇതാരാണ്, ബ്ലഡ് പ്രഷർ. ഓക്കെ, ഇതെന്താ സംഭവം, വോളിയം ഓഫ് ബ്ലഡ് പംപ്ഡ് പെർ സെക്കൻഡ്. ഇവിടെ ഇപ്പം എൻ്റെ ആവശ്യമില്ല, ഈ പ്രഷർ കൊടുത്തിട്ടുണ്ട് 20,000 ന്യൂട്ടൺ ഇൻറ്റു വോളിയം കൊടുത്തിട്ടുണ്ട് 1 cc. 1 cc എന്ന് പറയുമ്പോൾ 1 cm³ 10 റേസ് ടു -2 ക്യൂബ് പറയുമ്പോൾ 10 റേസ് ടു -6
ഡിവൈഡ് ബൈ 1 സെക്കൻഡ്. ഇത് എത്ര കിട്ടും നമുക്ക്? ഒരു 0.02 വാട്ട് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പവർ, 0.02 വാട്ട് അല്ലേ. 2 × 10⁻⁴ × 10⁻⁻6. അപ്പോൾ 2 × 10⁻⁻², ദാറ്റ് ഈസ് 0.02 വാട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Power applied to a particle varies with the time as P equal to 3t² - 2t + 1 in watt, where t is in second. Find change in kinetic energy between t equal to 2 second and t equal to 4 second. അപ്പോൾ പവർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്താണ് കാണേണ്ടത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് കാണേണ്ടത്. ഓക്കെ, പവറിൻ്റെ ഇക്വേഷൻ എന്താ? 3t² - 2t + 1. പവറിന് നമുക്ക് dw/dt എന്ന് കൊടുക്കാം. ഈ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണല്ലോ പവർ. dw/dt ഈക്വൽ ടു 3t² - 2t + 1. അപ്പോൾ dw എന്ത് കിട്ടും? 3t² - 2t + 1 × dt. ഈ വർക്ക് നമുക്കൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. 0 to w dw ഈക്വൽ ടു 3t² - 2t + 1 dt. ഇവിടെ ലിമിറ്റ് എത്ര കൊടുക്കുക? 2 to 4 എന്നുള്ള ലിമിറ്റും കൊടുത്തു. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? w ഈക്വൽ ടു 3 × t³ / 3 ലിമിറ്റ് എത്രയായിരിക്കും? 2 to 4 - 2 × t²/2 ലിമിറ്റ് 2 to 4 + t ലിമിറ്റ് 2 to 4. ഇവിടെ എത്ര കിട്ടും? ഈ നമുക്ക് ഒരു 3 ക്യാൻസൽ ആയി പോവും. ഇവിടെ 2 ക്യാൻസൽ ആയി പോവും. ബാക്കി എത്ര കിട്ടും? ഓക്കെ, നമുക്ക് t³ അല്ലേ, 64 - 2³ എത്ര കിട്ടും? 8 - 4² 16 - 2² 4 + 4 - 2 എന്ന് കിട്ടും അല്ലേ. 64 - 8 എത്രയായിരിക്കും? ദാറ്റ് ഈസ് 56 - 12 പ്ലസ് എത്ര കിട്ടും? 2. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 46 ജൂൾ എന്നാണ് കിട്ടുക കേട്ടോ. ഓപ്ഷൻ ബി. ഓക്കെ, പവർ നമുക്ക് വർക്ക് കിട്ടി. ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി നമുക്ക് വർക്ക് എനർജി അറിയാലോ. വർക്ക് ഡൺ ഈക്വൽ ടു ആരാണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആരായിരിക്കും? 46 ജൂൾ തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ട്. വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതാണ് വർക്ക് എനർജി തിയറം. A car of mass m starts from rest and accelerates so that instantaneous power delivered to the car has a constant magnitude p0. The instantaneous velocity of the car is proportional to. ഓക്കെ, അപ്പോൾ ഈ പവറിൻ്റെ ഇക്വേഷൻ പറഞ്ഞ സമയത്ത് പവർ ഈക്വൽ ടു F × V എന്ന് കൊടുക്കുക, ma × V എന്ന് കൊടുക്കുക. ഇവിടെ പവറിൻ്റെ വാല്യൂ p0 ആയതുകൊണ്ട് p0 ഈക്വൽ ടു m × എക്ക് എന്ത് കൊടുക്കുക? dv/dt × V എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് v dv ഈക്വൽ ടു p0/m × dt എന്ന് വരും. ഇത് രണ്ട് ഭാഗത്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇൻറ്റഗ്രേഷൻ ഓഫ് v dv ഈക്വൽ ടു ഓക്കെ p0/m പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ ഓഫ് dt എന്ന് വരും. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു 0 to v എന്നും ഇവിടെ സമയം ഒരു 0 to t എന്നും കൊടുക്കുക. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്ത്. അപ്പോൾ v²/2 ഈക്വൽ ടു p0/m × t എന്ന് വരും. അല്ലെങ്കിൽ v² ഈക്വൽ ടു 2p0/m × t, v ഈക്വൽ ടു √2p0/m × t, v പ്രൊപ്പോർഷണൽ ടു t⁻½ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇൻസ്റ്റാന്റനിയസ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു t⁻². ഓപ്ഷൻ ബി. യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സുകൾ ഒന്നും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. നീറ്റ് ക്രാഷ് ബാച്ച് കോഴ്സുകൾ ആരംഭിക്കുന്നത് March 20 ഓൺവേർഡ്സ് ആണ്. കീം ബാച്ചിൽ ആരംഭിക്കുന്നത് March 27 ഓൺവേർഡ്സ് ആണ്. അതേപോലെ റിപ്പീറ്റേഴ്സ് നീറ്റ് JEE ബാച്ചിൽ ആരംഭിക്കുന്നത് June 1 ഓൺവേർഡ്സ് ആണ്. അതേപോലെ നിങ്ങളുടെ അനിയന്മാർ, നിങ്ങളുടെ ജൂനിയേഴ്സ്, ഇവർക്കൊക്കെ എന്താണ് യൂണിവേഴ്സിറ്റി പബ്ലിക് സ്കൂളിൽ പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ JEE ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ഉണ്ട്. അതുവഴി മാത്രമേ പ്രവേശനം കിട്ടുകയുള്ളൂ. അത് 2 April ഓൺവേർഡ്സ് ആണ് അത് നടക്കുന്നത്. അപ്പോൾ അത് അവരെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും.
അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കൊളിഷൻ. A collision is said to be takes place if two bodies physically collide each other and path of the motion of one body or both changes. രണ്ട് ബോഡികൾ തമ്മിൽ കൂട്ടിമുട്ടുകയും രണ്ടിൻ്റെതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെതും വെലോസിറ്റി മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു കൊളിഷൻ നടന്നതായിട്ട് പറയാൻ പറ്റും. Types of collision. There are 3 types of collision: elastic collision, inelastic collision and perfectly inelastic collision. ഇലാസ്റ്റിക് കൊളിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കും. നോ ചേഞ്ച് ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ആഫ്റ്റർ ദ കൊളിഷൻ. ഫോർ എക്സാമ്പിൾ കൊളിഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, സബ് പാർട്ടിക്കിൾസ് എക്സെട്ര. അല്ലാണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വലിയ വസ്തുക്കളുടെ ഇടികളൊന്നും ഇലാസ്റ്റിക് അല്ല. ഇൻഇലാസ്റ്റിക് കൊളിഷൻ. കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. സൈസ് ആൻഡ് ഷേപ്പ് മേ ചേഞ്ചസ്. കൊളിഷൻ ബിറ്റ്വീൻ 2 വെഹിക്കിൾസ്, കൊളിഷൻ ബിറ്റ്വീൻ ബോൾ ആൻഡ് ഫ്ലോർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇൻഇലാസ്റ്റിക് കൊളിഷൻ എക്സാമ്പിളാണ്. Perfectly inelastic collision. Two bodies stick together after the collision. Maximum loss of kinetic energy ഉണ്ടാവും. Size and shape change ചെയ്യും. Example, a bullet fired into a wooden block and remaining embedded into it. ഒരു ബുള്ളറ്റ് ഒരു wooden ബ്ലോക്കിലേക്ക് ഫയർ ചെയ്തിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള മോഷനൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഓക്കെ, ഇടിച്ചു കഴിഞ്ഞാൽ ആ ഇടിക്കുന്ന ബോഡിയും ഇടികൊള്ളുന്ന ബോഡിയും, അതായത് ടാർഗറ്റും അതേപോലെ തന്നെ പ്രൊജക്റ്റൈൽ എന്ത് ചെയ്യണം? ഒരുമിച്ച് ഒന്നായിട്ട് പോകണം. ഓക്കെ, അതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കൊളിഷൻ്റെ ടൈപ്പിനൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോഎഫിഷ്യന്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. ഈ ഫിഗർ നോക്കുക. M1 ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി U1, M2 ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി U2. ആഫ്റ്റർ ദ കൊളിഷൻ M1 അക്വയർസ് എ വെലോസിറ്റി V1 ആൻഡ് M2 അക്വയർസ് എ വെലോസിറ്റി V2. അങ്ങനെയാണെങ്കിൽ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്നാണ് പറയുക. ഇടിക്ക് ശേഷം രണ്ട് ഒന്നിൽ നിന്നും അകലെയാണ്, അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് 2 വിത്ത് റെസ്പെക്ട് 1, അപ്പോൾ V21 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ V2 മൈനസ് V1 എന്ന് പറയാൻ പറ്റും. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇടിക്ക് മുമ്പ് 1 2ലേക്ക് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഒന്നിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് 2 പറഞ്ഞാൽ മതി. അത് U12 അല്ലെങ്കിൽ U1 മൈനസ് U2 എന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് V2 മൈനസ് U1ൻ്റെയും U1 മൈനസ് U2ൻ്റെയും ഒരു റേഷ്യോ ആണ് എന്ത്? നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈൻ്റെ വാല്യൂ 1 വന്നാൽ ഇലാസ്റ്റിക് കൊളിഷനും, ഈൻ്റെ വാല്യൂ 1നും 0നും ഇടയ്ക്ക് വരെയാണ്. 0 ആവാൻ പാടില്ല, 1 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇൻഇലാസ്റ്റിക് കൊളിഷനും. ഈൻ്റെ വാല്യൂ 0 വന്നാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനും നമുക്ക് പറയാൻ പറ്റും. 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ. ഇവിടെ നോക്കട്ടോ, രണ്ട് ബോഡികൾ M1 M2 ഇലാസ്റ്റിക് കൊളിഷൻ വിധേയമാവുന്നു. ദേ ഹാവ് വെലോസിറ്റീസ് U1 ആൻഡ് U2. ആഫ്റ്റർ ദ കൊളിഷൻ ദർ വെലോസിറ്റീസ് ബിക്കംസ് V1 ആൻഡ് V2. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് അവരുടെ മൊമെൻറ്റം കൺസിഡർ ചെയ്യാം. M1 U1 പ്ലസ് M2 U2 ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2. അതേപോലെ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ് പറയാൻ പറ്റും, കാരണം ഇത് ലാസ്റ്റ് കൊളിഷൻ ആണ്. അപ്പോൾ ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ. ഇത് രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന V1ൻ്റെ V2ൻ്റെ ഇക്വേഷനാണ്. V1 ഈക്വൽ ടു M1 മൈനസ് M2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 U2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. അതുപോലെ V2 ഈക്വൽ ടു ആരായിരിക്കും? 2M1 U1 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു M2 മൈനസ് M1 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U2. ഈ രണ്ട് ഇക്വേഷനും ഇലാസ്റ്റിക് കൊളിഷൻ്റെ ഇടിക്ക് ശേഷമുള്ള വെലോസിറ്റികൾ കാണാനുള്ള ഇക്വേഷനാണ് 1 ഡയമെൻഷണൽ കൊളിഷൻ്റെ കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇതിൽ രണ്ട് ബോഡികൾ കൂട്ടിയിടിച്ച് ഒട്ടിപ്പിടിച്ച് ഒരുമിച്ച് പോകുന്നല്ലേ പറഞ്ഞത്. ഇതിൻ്റെ കമ്പൈൻഡ് വെലോസിറ്റി ഇക്വേഷനാണ് M1 V1 പ്ലസ് M2 V2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. ഓക്കെ, ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഓഫ് എ ബോൾ ഓൺ എർത്ത് സർഫസ്. ഒരു ബോൾ മോളും താഴേക്ക് വീഴുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് ഒരു തുടർച്ചയായ ബൗൺസുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ nth ബൗൺസ് വെലോസിറ്റി, ഒരു n-ാമത്തെ ബൗൺസിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് Vn ഈക്വൽ ടു e raised to nu. ഇവിടെ U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് വീഴുന്ന ഫസ്റ്റ് വീഴ്ചയിലുള്ള നിലത്തെത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് U. ആ ടൈമാണ് T, ആ ഹൈറ്റാണ് H. അങ്ങനെയാണെങ്കിൽ nth ബൗൺസ് ഹൈറ്റിൻ്റെ ഇക്വേഷനാണ് Hn ഈക്വൽ ടു e raised to 2nh. അതുപോലെ nth ബൗൺസ് ടൈമിൻ്റെ ഇക്വേഷനാണ് e raised to nt. അതേപോലെ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് h ഇൻറ്റു 1 മൈനസ് e സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് e സ്ക്വയർ. ടോട്ടൽ ടൈമിൻ്റെ ഇക്വേഷനാണ് t ഇൻറ്റു 1 മൈനസ് e ഡിവൈഡ് ബൈ 1 പ്ലസ്. ഈ ഇക്വേഷനൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഡയറക്റ്റായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പ്രോബ്ലങ്ങളിൽ കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A body of mass 4m moving with velocity u collides with another body of mass 2m at rest. The collision is head-on and elastic in nature. After the collision, the fraction of energy lost by the colliding body A is. Okay, അപ്പോൾ ആദ്യം നമുക്ക് എയുടെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി കാണാം. ഹാഫ് ഇൻറ്റു എയുടെ മാസ് എത്രയാണ്? എ ബോഡി ഓഫ് മാസ് 4m ആട്ടോ. 4m ഇൻറ്റു U സ്ക്വയർ
എത്ര കിട്ടും നമുക്ക്? ഒരു 2mu² എന്ന് കിട്ടും. ഇനി പറഞ്ഞത് വേറൊരു ബോഡി 2m കൂട്ടിയിടിച്ചു. അത് നോക്കട്ടോ. ഒന്നാമത്തെ ബോഡി എന്റെ മാസ് 4m വിത്ത് വെലോസിറ്റി u, മറ്റൊരു ബോഡി 2m കൂട്ടിയിടിച്ചു. അതിന് വെലോസിറ്റി ഉണ്ടായിരുന്നില്ല. ഇടിക്ക് ശേഷം എന്ത് സംഭവിച്ചു? 4mന് ഒരു വെലോസിറ്റി കിട്ടി v1, 2mന് ഒരു വെലോസിറ്റി കിട്ടി v2. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? ഈ v1 ആണ് കാണേണ്ടത്. v1ന്റെ ഇക്വേഷൻ എന്താ? v1 = ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് കേട്ടോ, ഇവിടെ കൊളിഷൻ ഈസ് ഹെഡ് ഓൺ ആണ്, ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് m1 - m2 ഡിവൈഡ് ബൈ m1 + m2 ഇൻറ്റു u1 + 2m2 u2 ഡിവൈഡ് ബൈ m1 + m2. ഇവിടെ പറയുമ്പോൾ 4m - 2m ഡിവൈഡ് ബൈ 6m ഇൻറ്റു u പ്ലസ് ഇതിൽ m2 u2 0 ആയതുകൊണ്ട് സെക്കൻഡ് ടൈം മൊത്തം പോകും. ബാക്കി എത്ര കിട്ടും? ഇവിടെ 2m 6m എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി u/3 എന്നാണ് കിട്ടുക അല്ലേ? 2/6 1/3, അപ്പോൾ 2u/3 എന്ന് കിട്ടും. ഇനി ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണേണ്ടത്? 1/2 ഇൻറ്റു 4m ഇൻറ്റു u/3ൻ്റെ സ്ക്വയർ അല്ലേ? ഇതെത്ര കിട്ടും? ഒരു 2mu² ബൈ എത്രയായിരിക്കും? ഒരു 9 എന്ന് പറയാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഇത് ki/9 എന്ന് കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി അല്ലേ? ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ലോസ്റ്റ്. ഈ ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ലോസ് എന്ന് പറയുമ്പോൾ ki - kf/ki ആണ് കാണേണ്ടത്. ഈ ki എന്ന് പറഞ്ഞാൽ എത്രയാണ്? ki എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ki തന്നെ കൊടുക്കാം. kf എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ki/9/ki. ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ലോസ്റ്റ്. ഇത് മുകളിൽ എത്ര കിട്ടും? നമുക്കൊരു 8/9 ki/ki എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 8/9 എന്ന് കിട്ടും അല്ലേ? അതായത് ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ലോസ് എന്ന് പറയുമ്പോൾ ലോസ് മുകളിൽ കൊടുക്കുക, താഴെ ഒറിജിനൽ ആണ് ആ ഫ്രാക്ഷൻ പറയുന്നത് ki - ki കേട്ടോ. ഇതാണ് ഫ്രാക്ഷൻ ഓഫ് എന്ത്? കൈനറ്റിക് എനർജി ലോസ്റ്റ്. ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ലോസ്റ്റിന്റെ ഇക്വേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത് ki - kf/ki. അപ്പോൾ ki - kf എന്ന് പറഞ്ഞാൽ എത്രയാണ്? ki/9 ആണ്. 1 - 1/9 എന്ന് പറയുമ്പോൾ 8/9 കിട്ടും. അപ്പോൾ 8/9 ആണെങ്കിൽ നമ്മുടെ ആൻസർ വരിക 8/9, ഓപ്ഷൻ ബി. Elastic ball is dropped from a height h and rebounds many times from the floor. If the coefficient of restitution is e, the time interval between second and third impact. നമുക്കൊന്ന് ഫിഗർ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ബോൾ മുകളിൽ താഴേക്ക് വീണു ഇല്ലേ? എന്നിട്ട് മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് വീണു. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ഫസ്റ്റ് പറയാ സെക്കൻഡ് ആൻഡ് തേർഡ് ഇമ്പാക്ട്. ഇതാണ് ഫസ്റ്റ് ഇമ്പാക്റ്റ്, ഇതാണ് ആര്? സെക്കൻഡ് ഇമ്പാക്റ്റ്, ഇതാണ് ആര്? തേർഡ് ഇമ്പാക്റ്റ്. ഈ ബോൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് h ഹൈറ്റ് എന്നാണ് വീഴുന്നത് അല്ലേ? ആ ടൈം എത്രയാണ്? t ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് എത്രയായിരിക്കും? ഇത് നമുക്ക് t1, ഇതും t1, ഇത് t2, ഇത് t2 എന്ന് പറയാം. കാരണം ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും സെയിം ആയിരിക്കുമല്ലോ. പിന്നെ നമുക്ക് ഈ ഹൈറ്റുകൾ എങ്ങനെ വിളിക്കാം? നമുക്ക് ഈ ഒരു ഹൈറ്റ് നമുക്ക് h2 എന്നും ഈ ഒരു ഹൈറ്റ് നമുക്ക് h3 എന്നും വിളിക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ സെക്കൻഡ് കൊളിഷനും തേർഡ് കൊളിഷനും ഇടയ്ക്കുള്ള ടൈം ഇൻ്റർവെല്ലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫിഗർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2t2 ആയിരിക്കും. കാരണം സെക്കൻഡ് കൊളിഷൻ ആകുമ്പോൾ നമ്മുടെ ബോൾ എവിടെയുള്ളത്? ഇവിടെ ഉള്ളത് അല്ലേ? ഈ ബോൾ ഇവിടെ നിന്ന് ഇവിടെ എത്തി. അപ്പോൾ ബോളിന് നമുക്ക് എത്ര ദൂരം പോയത് കണ്ടാൽ മതി? ഈ ഒരു പോക്ക് മാത്രം കണ്ടാൽ പോരെ? മോളിക്ക് t2, താഴേക്ക് t2, അപ്പോൾ എത്ര കിട്ടും? 2t2. ഇനി നമുക്കറിയാം tn = e⁻nt എന്ന് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഇത് ഈ t2 എന്ന് പറഞ്ഞാൽ e² × t എന്ന് വരും. അപ്പോൾ 2 × e² t എന്ന് വരും. 2e² × t. ഈ tൻ്റെ ഇക്വേഷൻ എന്താ? √2h/g. ഈ 2 ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ 4 ആയി പോവും. അപ്പോൾ e² × √8h/g എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Two bullets are fired horizontally and simultaneously towards each other from the roof of a top of two buildings 100 meter apart of same height 200 meter with the velocity 25 meter per second. When and where will the two boards collide? Okay. 200 മീറ്റർ വലുപ്പമുള്ള രണ്ട് ബിൽഡിംഗ് കേട്ടോ. രണ്ട് 200 മീറ്റർ ഉണ്ട്. ഈ ഗ്യാപ്പ് എത്രയാണ്? 100 മീറ്റർ. ഒരേ ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്തു? രണ്ട് ബോളുകൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ബുള്ളറ്റ്സ് ആട്ടോ, ബുള്ളറ്റ്സ് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. സെയിം വെലോസിറ്റിയാണ്. അപ്പോൾ ഈ ബുള്ളറ്റ് എവിടെ വന്ന് വീഴും? ഇങ്ങനെ പോയി, ഇതിങ്ങനെ പോയി, ഇവിടെ വെച്ചിട്ടാണ് രണ്ട് ബുള്ളറ്റും കൂടെ കൂട്ടിമുട്ടിയത് കരുതുക. ഓക്കെ, ഈ ഒരു ലെങ്ത്ത് നമുക്ക് എന്താക്കി എടുക്കാം? ഒരു x1 ഈ ലെങ്ത്ത് x2 എന്നും കൊടുക്കുക. ഈ ഹൈറ്റ് നമുക്ക് ഒരു y എന്നും കൊടുക്കാം അല്ലേ? ഈ എറിഞ്ഞിരിക്കുന്ന സ്പീഡ് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. ഇത് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഐഡിയ പറയാൻ പറ്റും. ഈ x1 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100 എന്ന് കിട്ടും. x1 എന്ന് പറഞ്ഞാൽ ആരാ? v1t, x2 ആരാ? v2t ഈക്വൽ ടു 100 എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ? വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ. നമ്മൾ ഏത് ഡയറക്ഷൻ എടുത്തേണ്ടത്? എക്സ് ഡയറക്ഷൻ മാത്രം എടുത്തേനെ കേട്ടോ. v1t എന്ന് പറയുമ്പോൾ 25t പ്ലസ് 25t ഈക്വൽ ടു 100 എന്ന് പറയുമ്പോൾ 50t ഈക്വൽ ടു 100 എന്ന് പറയുമ്പോൾ t ഈക്വൽ ടു 2 സെക്കൻഡ് കിട്ടി. ഇനി വൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഹാഫ് ജി ടി സ്ക്വയറിന് കൊടുത്താൽ പോരെ? ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 20 മീറ്ററും കിട്ടി. നമുക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈറ്റ് ആണ് എത്ര? എന്ത്? 200 മീറ്റർ. നമുക്ക് വേണ്ട ഹൈറ്റ് ഏതാ? ഈ ഒരു ഹൈറ്റ് h എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഹൈറ്റ് എത്രയായിരിക്കും? h ഈക്വൽ ടു 200 മൈനസ് y ഈക്വൽ ടു 200 മൈനസ് 20 ഈക്വൽ ടു 180 മീറ്റർ. അപ്പോൾ 2 സെക്കൻഡ് ശേഷമായിരിക്കും ഒരു കൂട്ടിമുട്ടുക. അത് മാത്രമല്ല എത്ര ഹൈറ്റിലായിരിക്കും? 180 മീറ്റർ ഹൈറ്റിലായിരിക്കും. ഓപ്ഷൻ ബി. ഓക്കെ, next question. A particle of mass 5m at rest suddenly breaks into on its own 3 fragments. 2 fragments of mass m and each move along mutually perpendicular direction with a speed v. The energy released during the process. അപ്പോൾ നമുക്ക് ആർക്കും ഇവിടെ ഒരു 5m എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബോംബ് ഉണ്ടായിരുന്നു ഇവിടെ. ഈ ബോംബ് എന്ത് ചെയ്തു? 3 ഫ്രാഗ്മെന്റ്സ് ആയിട്ട് പെട്ടെന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്തു. 2 ഫ്രാഗ്മെന്റ്സ് ആരൊക്കെയാണ്? എം എം. ഇവർക്ക് ഈക്വൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ വെലോസിറ്റി തന്നെ കൊടുക്കുക. ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വി അങ്ങോട്ട്, ഇതിൻ്റെ വെലോസിറ്റി വി ഇങ്ങോട്ട്. ഇത് വേണമെങ്കിൽ വി ജെ എന്ന് കൊടുക്കുക, ഇത് വേണമെങ്കിൽ വി എ എന്ന് കൊടുക്കുക. കാരണം ഇവർ പരസ്പരം പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടല്ലോ. ഇനി മൂന്നാമത്തവൻ്റെ മാസാണ് പ്രത്യേകത. അതിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3m ആണ്. മൊത്തം 5m വരണ്ടേ? അതിൻ്റെ മാസം പറഞ്ഞാൽ 3m ആണ്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല, ഒരു വി ഡാഷിന് കൊടുക്കാം. അപ്പോൾ ഈ എക്സ്പ്ലോഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പി ഇനീഷ്യൽ ഈക്വൽ ടു പി ഫൈനലിന് കൊടുക്കാം. ഇനീഷ്യൽ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് എത്രയായിരിക്കും? 5m ഇൻറ്റു 0 ഈക്വൽ ടു ഫൈനൽ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ mvi പ്ലസ് mvj പ്ലസ് 3m ഇൻറ്റു വി ഡാഷ് എന്ന് പറയാം. എല്ലാത്തിലും എം ആദ്യം കട്ടായി പോവും. ബാക്കി എന്ത് കിട്ടും? 0 ഈക്വൽ ടു വി ഐ പ്ലസ് വി ജെ പ്ലസ് 3v ഡാഷിന് വരും. അപ്പോൾ വി ഡാഷിൻ്റെ വാല്യൂ എത്രയായിരിക്കും? v/3i പ്ലസ് മൈനസ് v/3i
മൈനസ് വി ബൈ 3i മൈനസ് വി ബൈ 3j എന്ന് വരും. അപ്പോൾ വി ഡാഷിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? റൂട്ട് ഓഫ് വി ബൈ 3ൻ്റെ സ്ക്വയർ പ്ലസ് വി ബൈ 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 2 വി സ്ക്വയർ ബൈ 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 2 വി ബൈ 3 എന്ന് കിട്ടും. ഇതായിരിക്കും ഈ മൂന്നാമത്തെ ആളുടെ വെലോസിറ്റി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? മൊത്തം കൈനറ്റിക് എനർജിയാണ് കാണേണ്ടത്. അപ്പോൾ മൊത്തം കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആളുടെ എത്രയായിരിക്കും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ ഹാഫ് ഇൻറ്റു അതിൻ്റെ മാസ് 3m ഇൻറ്റു ഈ വി ഡാഷ് കൊണ്ട് എത്രയായിരിക്കും? റൂട്ട് 2/3 വിൻ്റെ സ്ക്വയർ. എത്ര കിട്ടും? ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ എം വി സ്ക്വയർ പ്ലസ് എത്ര കിട്ടും? ഈ 2 റൂട്ട് 2ൻ്റെ സ്ക്വയർ കട്ടായി പോവും. ബാക്കി ഒരു എം വി സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ അത് 4m വി സ്ക്വയർ ബൈ 3 എന്നൊരു ആൻസറാണ് നമുക്ക് കിട്ടുക. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ. 2 particles A and B move with constant velocities v1 and v2. At the initial moment, their position vectors are r1 and r2 respectively. The condition for particle A and B for their collision is. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ 2 പാർട്ടിക്കിൾസ് ഉണ്ട്, എയും ബിയും അല്ലേ? എയുടെ പൊസിഷൻ വെക്ടർ ആണ് ഏത്? ഈ കാണുന്നത്. ബിയുടെ പൊസിഷൻ വെക്ടർ ആണ് ഈ കാണുന്നത്. നമുക്ക് എന്ത് പേരിടാം? നമുക്കൊരു r1 r2 എന്ന് പേരിടാം. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഒരു മൂവ് ചെയ്തിട്ട് വിത്ത് വെലോസിറ്റീസ് v1 v2 മൂവ് ചെയ്തിട്ട് ഒരു എന്ത് ചെയ്തു? കണ്ടീഷൻ ഫോർ എ ആൻഡ് ബി ഫോർ ദ കൊളിഷൻ, ഒരു കൊളൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഇവിടെ ഉണ്ടായിരുന്നൊരു പാർട്ടിക്കിളും ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു പാർട്ടിക്കിളും മൂവ് ചെയ്തിട്ട് എവിടെ എത്തണം? ഇവിടെ എത്തി വെച്ചോട്ടോ. എയും ബി ഇവിടെ എത്തി. അപ്പോൾ എങ്ങനെ കാണിക്കാൻ പറ്റും? ഓക്കെ, ഇങ്ങനെ പോയി എ, ഇങ്ങനെ പോയി ബി. ഓക്കെ, അപ്പോൾ ഈ വെലോസിറ്റി എത്രയാണ്? നമുക്കൊരു v1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ടി സമയം കൊണ്ടാണ് ഇവിടെ എത്തിയെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഒരു ടി ഈക്വൽ ടു 0 എന്ന് ടി ആയപ്പോഴേക്കുമാണ് എയും ബിയും എവിടെ എത്തിയത്? ഈ ബിയിൽ ഈ പറഞ്ഞേക്കുന്ന പൊസിഷനായിട്ടുള്ള സിയിലേക്ക് എത്തി തിരിച്ചോട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു v1t എന്ന് കൊടുക്കുക. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുക v2t എന്നും കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കാര്യം പറയാൻ പറ്റും. നമുക്കിതിൻ്റെ ഫൈനൽ പൊസിഷൻ വെക്ടർ ഏതാ? ഫൈനൽ പൊസിഷൻ വെക്ടർ ഇതാണ്. ഫൈനൽ പൊസിഷൻ വെക്ടർ ആർ ഡാഷ്. നമുക്ക് ഈ ആർ ഡാഷ് എന്ന് പറഞ്ഞത് എങ്ങനെ എഴുതാൻ പറ്റും നോക്കട്ടോ. വേണമെങ്കിൽ ആർ ഡാഷ് എന്ന് പറഞ്ഞത് രണ്ട് പേർക്കും എഴുതാൻ പറ്റും. കാരണം ഫൈനൽ പൊസിഷൻ വെക്ടർ അല്ല. ആർ ഡാഷ് ഈക്വൽ ടു ആർ ഡാഷ് എന്ന് കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് r1 പ്ലസ് ഇതൊരു വെക്ടർ അല്ലേ v1t, ഇത് വേറെ വെക്ടറാണ് v2t, v1t എന്നും അതേപോലെ r2 പ്ലസ് v2t എന്നും കൊടുക്കാൻ പറ്റും. ഇത് പുറത്ത് കിട്ടാൻ നമുക്ക് എന്ത് കിട്ടും? r1 മൈനസ് r2 ഈക്വൽ ടു v2 മൈനസ് v1 ഇൻറ്റു ടി എന്ന് വരും. അപ്പോൾ നമ്മുടെ ടീൻ്റെ ഇക്വേഷൻ എന്ത് വരും? വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? r1 മൈനസ് r2 ഇൻറ്റു ഈക്വൽ ടു v2 മൈനസ് v1 ഇൻറ്റു ഈ ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കിട്ടാൻ r1 മൈനസ് r2 ഡിവൈഡ് ബൈ v2 മൈനസ് v1 എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെയും ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെയും റേഷ്യോ ആണല്ലോ ഈ ടി എന്ന് പറഞ്ഞത്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? r1 മൈനസ് r2 ഡിവൈഡ് ബൈ v2 മൈനസ് v1 മാഗ്നിറ്റ്യൂഡ് എടുക്കുക കേട്ടോ. ഇതൊന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ r1 മൈനസ് r2, ഇത് വെക്ടർ r1 മൈനസ് r2 ആണ്. വെക്ടർ r1 മൈനസ് r2 ഡിവൈഡ് ബൈ r1 മൈനസ് r2ൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു v2 മൈനസ് v1 ഡിവൈഡ് ബൈ v2 മൈനസ് v1ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് കിട്ടും. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഡി. ഓക്കെ, എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഫ്രം എ ഹൈറ്റ് ഓഫ് 20 meter with initial velocity v0. It collides with the ground, loses 50% of its energy in collision and rebounds to the same height. The initial velocity v0 is. Okay, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു ബോൾ മുകളിൽ നിന്ന് വിത്ത് വെലോസിറ്റി v0 താഴേക്ക് എറിയുന്നുണ്ട് കേട്ടോ.
ഇത് താഴെ എത്തുമ്പോഴുള്ള ഈ ബോളിൻ്റെ വെലോസിറ്റി നമുക്ക് എന്ത് കൊടുക്കാം? ഒരു v1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ ബോൾ ഇതിന് ശേഷം എന്ത് ചെയ്തു? തിരിച്ച് മുകളിലേക്ക് പോകട്ടോ. ഓക്കെ, അപ്പോൾ ഈ വെലോസിറ്റി നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ഒരു v2 എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ബോൾ തിരിച്ച് എവിടെ എത്തുന്നുണ്ട്? വീണ്ടും ഏറ്റവും ടോപ്പിലെത്തുന്നുണ്ട്. ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി വീണ്ടും എന്തായിട്ട് മാറുകയാണ്? 0 ആയിട്ട് മാറുകയാണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20 മീറ്ററാണ് ഇവിടെയും ഇവിടെയും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ v2 കാണാം. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് v2 എങ്ങനെ കാണാൻ പറ്റും? v² = u² + 2as എന്ന ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0² = v2² + 2 ഇൻറ്റു ആക്സലേഷൻ എത്രയാണ്? ആക്സലേഷൻ്റെ വാല്യൂ -10 ഇൻറ്റു 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ v2² = 400 അല്ലെങ്കിൽ v2 = 20 m/s എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇറ്റ് കൊളൈഡ്സ് വിത്ത് ഗ്രൗണ്ട് ആൻഡ് ലോസസ് 50% ഓഫ് ഹിസ് എനർജി ഇൻ ദ കൊളിഷൻ. അപ്പോൾ അത് ഇടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? എൻ്റെ 50% എനർജി പോകുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം പറയട്ടെ, അതിൽ നിന്ന് കിട്ടുന്നൊരു ഐഡിയ ആണ്, ഈ ഇടിച്ചതിന് ശേഷം ½ mv2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ഓഫ് ½ mv1² എന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ½ mv2² എന്ന് പറഞ്ഞത് ½ mv1² എന്നേ വരുള്ളൂ. ഒരു ഹാഫ് എം കട്ടായി പോയാൽ നമുക്ക് എന്ത് കിട്ടും? v2² = v1² / 2 എന്ന് കിട്ടും. അപ്പോൾ v2² നമ്മൾ കണ്ടുപിടിച്ചാണല്ലോ. v2² എത്രയാണ്? 400 = v1² / 2 എന്ന് പറയുമ്പോൾ v1² = 800 എന്ന് കിട്ടിട്ടോ. അവിടെ കിട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫസ്റ്റ് പാർട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടി പോകണം. ഈ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് വീണ്ടും എന്ത് കൊടുക്കുക? ഒരു v² = u² + 2as കൊടുക്കുക. v1 ആണ് കൊടുക്കേണ്ടത്. v1² = v² + 2 ഇൻറ്റു g ഇൻറ്റു h. അപ്പോൾ ഇവിടെ v1² വാല്യൂ എത്രയാണ്? 800 = v0² + 2 ഇൻറ്റു 10 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ വീണ്ടും 400. v0 = 400. സോ v0 = 20 m/s is the answer. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് ഭാഗമായിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റേഷണറി പാർട്ടിക്കിൾ എക്സ്പ്ലോഡ്സ് into two particles of masses m1 and m2 which moves in opposite directions with velocities v1 and v2. The ratio of their kinetic energy e1 and e2. ഒരു സ്റ്റേഷണറി പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് എക്സ്പ്ലോഡ് ചെയ്തിട്ട് രണ്ട് പാർട്ടിക്കിളായിട്ട് മാറി. അപ്പോൾ അവർക്ക് വെലോസിറ്റീസ് എന്ത് കിട്ടി? m1 വിത്ത് വെലോസിറ്റി v1, m2 വിത്ത് വെലോസിറ്റി v2. ഈ എക്സ്പ്ലോഷന് സമയത്ത് ഒരു കാര്യം മാത്രം പറയാം, ഇതിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൊമെൻറ്റം എന്ത് കൊടുക്കാം? ഒരു p1 എന്നും ഇതിൻ്റെ മൊമെൻറ്റം ഒരു p2 എന്നും കൊടുക്കുകയാണെങ്കിൽ നോക്കട്ടോ, p ഇനീഷ്യൽ = p ഫൈനൽ എന്ന് പറയാമല്ലോ. അപ്പോൾ 0 = p1 + p2 എന്ന് പറയുമ്പോൾ p1 = -p2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്പ്ലോഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ കൈനറ്റിക് എനർജി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, p² / 2m എന്നാണ് പറയുക. p സെയിം ആയതുകൊണ്ട് കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/m എന്ന് വരും. അങ്ങനെയാണെങ്കിൽ e1/e2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസിപ്രോക്കൽ ആയിരിക്കും. m2/m1 എന്ന് കിട്ടും. ഓപ്ഷൻ ഈസ് ബി. ഓക്കെ, ഇത് മൊമെൻറ്റം കൺസർവേഷൻ ലോജിക്കാണ്. അത് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് രണ്ട് പാർട്ടിക്കിളേ ഉള്ളൂ. അപ്പോൾ രണ്ട് പേരുടെയും മൊമെൻറ്റം കൂടെ ആഡ് ചെയ്ത് എന്തായി പോകണം? ഇനീഷ്യലി 0 ആയതുകൊണ്ട് 0 ആയിരിക്കണം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. The coefficient of restitution E for a perfectly elastic collision. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ അതിൻ്റെ ഈൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഈ ടോപ്പിക്ക് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. A ball is moving with the velocity 2 m/s, collides head-on with another stationary ball of double the mass. If the coefficient of restitution is 0.5, then the velocities after collision will be. ഒരു ബോൾ ഉണ്ട് കേട്ടോ, അതിൻ്റെ മാസ് എത്രയാണ്? m. ഓക്കെ,
അത് മൂവിങ് വിത്ത് വെലോസിറ്റി എത്രയാണ്? u1 ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പുറത്ത് വേറൊരു മാസ് ഉണ്ട് കേട്ടോ, വേറൊരു മാസ് ഇരിപ്പുണ്ട് 2m. അത് ഇനീഷ്യലി എത്രയാണ്? അതിൻ്റെ u2 എന്തായിരിക്കും? സ്റ്റേഷനറി ബോൾ 0. ഈ ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് പേർക്കും വേറെ വെലോസിറ്റീസ് കിട്ടും. ഈ ഒന്നാമത്തെ ആളുടെ വെലോസിറ്റി എന്താക്കി എടുത്തു ഞാൻ? v1 എന്നും ഈ രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി എന്താക്കി എടുത്തു? v2 എടുത്തു. ഓക്കെ, ആദ്യം നമ്മൾ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0.5 ആണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, മൊമെൻറ്റം കൺസിഡറേഷനും ചെയ്യാം. പി ഈസ് കൺസേർവ്ഡ്. ഏത് കൊളിഷൻ ആണെങ്കിലും മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആളുടെ മൊമെൻറ്റം എത്രയായിരിക്കും? m ഇൻറ്റു 2 പ്ലസ് 2m ഇൻറ്റു 0 ഈക്വൽ ടു mv1 പ്ലസ് 2mv2. m ഇത് മൊത്തത്തിൽ പോയി m കട്ടായി പോയാൽ 2 ഈക്വൽ ടു v1 പ്ലസ് 2v2 എന്നൊരു ഇക്വേഷൻ കിട്ടും. അവിടെ എടുത്ത് വയ്ക്കാം. ഇനി ഇവർ പറഞ്ഞത് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കേട്ടോ. ഈ ഇതിൻ്റെ ഇക്വേഷൻ എന്താ? v2 മൈനസ് v1 ഡിവൈഡ് ബൈ u1 മൈനസ് u2 എന്നല്ലേ പറയാം. ഇവിടെ ഇതിൻ്റെ വാല്യൂ പറയുമ്പോൾ 0.5 1/2 ഈക്വൽ ടു v2 മൈനസ് v1 ഡിവൈഡ് ബൈ u1 എത്രയാണ്? 2 മൈനസ് 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് v2 മൈനസ് v1, ഈ 2 കട്ടായി പോയാൽ ബാക്കി 1 ഉണ്ടാവും, ഈക്വൽ ടു 1. v2 ഈക്വൽ ടു v1 പ്ലസ് 1 കിട്ടി. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് കാണണം? നമുക്ക് v2 v1 ഏത് വെച്ചാൽ കാണണം. ഓക്കെ, എങ്ങനെ കാണാൻ പറ്റും? Put 2 in 1. 2 equal to v1 plus 2 into v1 plus 1. 2 equal to v1 plus 2v1 plus 2. 2 equal to 3v1 plus 2. അപ്പോൾ നമുക്ക് v1 ലാസ്റ്റ് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. കാരണം 3v1 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ v1 എന്തായിരിക്കും? 0 കിട്ടും. അങ്ങനെ v1 0 ആണെങ്കിൽ v2 എന്ന് പറഞ്ഞാൽ ആരാ? v1 പ്ലസ് 1 എന്നല്ലേ പറഞ്ഞേക്കണം. 0 പ്ലസ് 1 എന്ന് പറയുമ്പോൾ v2 ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ v1 0, v2 1. ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ എ. ഓക്കെ, താങ്ക് യു. നമ്മളുടെ വർക്ക് എനർജി പവർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ മനോഹരമായ ചോദ്യങ്ങൾ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു, തിയറി ഡിസ്കസ് ചെയ്തു. ഗംഭീരമായ ചാപ്റ്ററാണ്. വേണ്ടത്ര എഫേർട്ട് കൊടുത്ത് പഠിക്കുക കേട്ടോ. ബൈ.